അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മള് ഇപ്പൊ ഒരു ബുക്കൊക്കെ എടുത്ത് തയ്യാറായിട്ട് ഇരുന്നു. ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഞാനിപ്പോ ഇതിനിടയ്ക്ക് അവരെ അഡ്മിറ്റ് ചെയ്യുകയും കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻസാരി ഓപ്പൺ എന്തെങ്കിലും ചെയ്തിട്ടിരുന്നാ ക്വസ്റ്റ്യൻ? മതി. വരുന്നവര് ജോയിൻ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്തിട്ടിരുന്നാ മതി. അപ്പൊ എല്ലാരും ജോയിൻ ചെയ്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓൾ റൈറ്റ്. ആ അപ്പോ ഒരൊറ്റ മിനിറ്റ്. അപ്പോ നമ്മൾക്ക് ആദ്യം നമ്മളുടെ ഈ പലപ്പോഴും നമ്മൾ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ആ ഗോൾസിനെ നമുക്ക് പകുതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത് പോസ് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നിങ്ങൾ എത്ര പേര് ഇതിനു മുൻപ് ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്? ഓക്കെ. നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഗോൾസും നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ആണ്. ഇല്ലെങ്കിൽ ഇപ്പോ അത് നമ്മളുടെ മാത്രം പ്രശ്നമല്ല. അത് റിസർച്ച് പറയുന്നത് ഈ ഗോൾസ് സെറ്റ് ചെയ്യുന്ന 100% ആൾക്കാരും ആ ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് ഉള്ള ആ ഒരു ഡിസയറിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിലാണ് ഗോൾസ് സെറ്റ് ചെയ്യുക. പക്ഷെ എപ്പോഴും 85 to 90% ഓഫ് ആൾക്കാര് ഈ ഗോൾസ് പകുതി വഴിക്ക് ഉപേക്ഷിക്കുകയോ അല്ലെ വേണ്ടെന്ന് വെക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. എന്താണെന്ന് ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, എന്താണെന്ന് അറിയില്ല മാം, ഞാൻ എല്ലാം തുടങ്ങി വെക്കും, പക്ഷെ എനിക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ബോറടിക്കും. ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങും, അത് കഴിയുമ്പോൾ എനിക്കങ്ങ് ബോറടിക്കും, അല്ലെങ്കിൽ എനിക്കൊരു ഫോക്കസ് കിട്ടുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. അതിന്റെ കൂടെ ഞാൻ കേൾക്കുന്ന ഒരു ലൈനാണ്, എനിക്കൊരു കുഴപ്പമുണ്ടെന്ന്. എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഞാന് ഇങ്ങനെ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പകുതി വഴിക്ക് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഞാനങ്ങ് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും, എന്റെ ഫോക്കസ് ഭയങ്കരമായിട്ട് മാറും, എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ടെന്ന്. നമ്മൾ പലരും നമുക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാൻ. ഇപ്പൊ ഒരു 2-3 ദിവസം മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞാണ് എനിക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ നമ്മള് ഇതെപ്പോഴും നമ്മളുടെ ഒരു കുഴപ്പമായിട്ട് കാണും. അതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മള് ഇതിനെ വല്ലാത്തൊരു ഗിൽട്ട് ട്രിപ്പിലോട്ട് അങ്ങ് പോകും. അതായത് എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കിതിനൊന്നും ഉള്ള കഴിവില്ല, എനിക്കതിനുള്ള സമയവും ഇല്ല, എനിക്കതിനുള്ള ക്ഷമയില്ല എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ഇത് നമ്മളുടെ കുഴപ്പമല്ല. നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ നമുക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടോ അല്ല നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നേടാത്തത്. അതിന്റെ കാരണം നമ്മളുടെ ബ്രെയിൻ അങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, അതെങ്ങനെ ശരിയാകും, എന്റെ ബ്രെയിൻ എന്നെ സഹായിക്കുകയല്ലേ വേണ്ടത് എന്ന്, അല്ലേ? ശരിയാണ്, ബ്രെയിൻ നമ്മളെ സഹായിക്കുകയാണ് വേണ്ടത്. ആ ബ്രെയിൻ നമ്മളെ സഹായിക്കാൻ നമ്മൾ ബ്രെയിനിനെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ പഠിച്ചാൽ മതി. അപ്പൊ ഈ ബ്രെയിൻ എന്ന് പറയുന്നത്, എനിക്ക് 2 പാഷൻ ആണുള്ളത്. ഒന്ന് മ്യൂസിക്. ഞാനൊരു 10 വയസ്സുള്ളപ്പോൾ മുതൽ മ്യൂസിക് പഠിക്കുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്. അതേപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ഈ ബ്രെയിൻ സയൻസ്. അതും ഇതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിലെ എന്റെ അച്ഛൻ ഫാർമസ്യൂട്ടിക്കൽ ഏരിയയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോ അച്ഛന്റെ ഫ്രണ്ട്സ് ഡോക്ടേഴ്സ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ഡിസ്കഷൻസ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ എനിക്ക് ഈ ഫിസിയോളജി, അനാറ്റമി, സൈക്കോളജി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇതിനെ സീരിയസ് ആയിട്ട് പെർസ്യൂ ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ എന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ് നമ്മളുടെ ബ്രെയിൻ. ഭയങ്കര സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടുള്ള, ഇപ്പൊ നിലവിൽ നമ്മളുടെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി എന്താണോ അതിന്റെ ഒരു 100 ടൈംസ് പവർഫുൾ ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ബ്രെയിൻ. പക്ഷെ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യന്റെ നമ്മളുടെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 2% മാത്രമാണ്. അത്രേ ഉള്ളൂ ബ്രെയിൻ. അത്രയും ചെറിയൊരു ഓർഗനാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 80 കിലോ ഭാരമുള്ള ഒരാളിന്റെ ബ്രെയിനിന് എന്ത് വെയിറ്റ് കാണും?
ഒരു 1.5 കിലോ വെയിറ്റ് കാണും അല്ലേ, അങ്ങേയറ്റം വന്ന 2% ഉള്ളൂ ബ്രെയിൻ. പക്ഷെ ഈ ബ്രെയിനിന്റെ പവർ എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ ബോഡി പവർ, അതായത് നമ്മളുടെ ബോഡി യൂസ് ചെയ്യുന്ന ടോട്ടൽ പവറിന്റെ 20% യൂസ് ചെയ്യുന്നത് ബ്രെയിൻ മാത്രമാണ്. ബാക്കി 80% ആണ് നമ്മളുടെ ബാക്കിയുള്ള ഓർഗൻസിനെല്ലാം കൂടി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ ഈ 20% എന്ന് പറഞ്ഞാൽ അതിന്റെ ആ 20% പവർ, അല്ലെങ്കിൽ ആ എത്ര ഇലക്ട്രിസിറ്റി ആണ് അത്, അല്ലെങ്കിൽ എത്ര എനർജി ആണ് അത് എന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളുടെ വീട്ടില് ഒരു ഡിം ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ബെഡ്റൂമിലോ എവിടെയെങ്കിലും ഒരു ഡിം ലൈറ്റ്. ആ ഡിം ലൈറ്റ് പവർ ചെയ്യാൻ വേണ്ട എനർജിയാണ് ഈ 20%. അപ്പൊ അത്രയും എനർജി ഉപയോഗിക്കുന്ന ഒരു ഓർഗൻ ആണ് നമ്മളുടെ ബ്രെയിൻ. അത്രയും പവർഫുൾ ആണ്, അത്രയും എഫിഷ്യന്റ് ആണ്. പക്ഷേ ബ്രെയിനിന്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സേഫ്റ്റിയാണ്. ബ്രെയിൻ ആദ്യം ചെയ്യുന്നതും എപ്പോഴും ചെയ്യുന്നതും നമ്മളെ സേഫ് ആക്കുക എന്നുള്ളതാണ് ബ്രെയിനിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷൻ. അപ്പൊ നമ്മള് ഒരു പുതിയ കാര്യം, എന്ത് പുതിയ കാര്യവും ഔട്ട്സൈഡ് ഓഫ് അവർ കംഫർട്ട് സോൺ ആണ് അല്ലെ. നമ്മൾ ഇതുവരെ ഇന്നലെ വരെ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അതിനെ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടൊക്കെ നമ്മൾ വിചാരിച്ചാലും നമ്മളുടെ ബ്രെയിൻ അതിനെ കാണുന്നത് ഒരു ത്രെറ്റ് ആയിട്ടാണ്, ഒരു ഡേഞ്ചർ ആയിട്ടാണ് ബ്രെയിൻ അതിനെ കാണുന്നത്. അപ്പോ ബ്രെയിൻ എന്ത് ചെയ്യും? ഒരു പുതിയ കാര്യം എപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ബ്രെയിൻ പറയും, ദിസ് ലുക്സ് അൺഫെമിലിയർ, ദിസ് ലുക്സ് അൺസർട്ടൺ, ലെറ്റ് മീ ഗോ ബാക്ക് ടു വാട്ട് ഇസ് ഫെമിലിയർ. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നാളെ രാവിലെ ഞാൻ ജിമ്മിൽ പോകും എന്ന് പറഞ്ഞ് നമ്മൾ 5 മണിക്ക് അലാം വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി നമ്മൾ നല്ല സുഖമായിട്ട് ഉറങ്ങും. ഡീപ്പ് സ്ലീപ്പ്, നല്ല സ്വപ്നമൊക്കെ കണ്ട് ഉറങ്ങും. 7 മണിയാകുമ്പോൾ നമ്മൾ ഉണരും. അതിന്റെ കാരണം നമ്മളുടെ ബ്രെയിൻ അതിനെ പെർസീവ് ചെയ്തിരിക്കുന്നത് ഒരു ത്രെറ്റ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, പക്ഷെ ഇതാണ് എനിക്ക് വേണ്ടത്, ഈ ന്യൂ ഹാബിറ്റ് അല്ലെങ്കിൽ ഈ ന്യൂ ഗോൾ അല്ലെങ്കിൽ ന്യൂ ചാലഞ്ച്, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് ദിസ് ഈസ് സേഫ് ഫോർ മീ എന്ന് നമ്മൾ പറയും. ദിസ് ഈസ് വാട്ട് ഈസ് സേഫ് ഫോർ മീ, വൈ ഡോണ്ട് യു ഡു ഇറ്റ് ഫോർ മീ? അതിന്റെ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ കാര്യങ്ങളെ നമ്മളുടെ ബ്രെയിൻ ഒരു ത്രെറ്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ അമിഗ്ഡല ആക്ടിവേറ്റ് ആകും. നമ്മളുടെ ബ്രെയിനിലെ ഫിയർ സെന്റർ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷണൽ സെന്റർ എന്ന് പറയുന്ന സ്ഥലമാണ് അമിഗ്ഡല. അമിഗ്ഡല ആക്ടിവേറ്റ് ആകുന്നത് മോശം കാര്യമല്ല, അത് നമ്മളെ അലേർട്ട് ആകും, നമുക്ക് ഫോക്കസ് തരും. പക്ഷേ നമ്മൾ അലേർട്ട് ആകുകയും ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് എവിടെയാണോ സേഫ്റ്റി അവിടേക്ക് നമ്മൾ മൂവ് ചെയ്യും, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ സാധിക്കുന്നത്? അപ്പൊ ബ്രെയിനിന് ഈ പുതിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഒന്നും ഇഷ്ടമല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ബ്രെയിനിന് പഠിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. ബ്രെയിനിന് ഇൻഫാക്ട് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ബ്രെയിനിന് ഏറ്റവും ഇഷ്ടം ഒരു സ്ട്രക്ചർ. രണ്ടാമത്, ബ്രെയിനിന് ഇഷ്ടം റുട്ടീൻ, അതായത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ. മൂന്നാമത്, ബ്രെയിനിന് ഇഷ്ടമുള്ള കാര്യമാണ് പ്രെഡിക്റ്റബിലിറ്റി, അതായത് ഒരു കാര്യം ക്ലിയർ ആയിട്ട് അറിയണം, എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയണം. അപ്പോൾ ഒരു സ്ട്രക്ചർ വേണം, ഒരു റുട്ടീൻ വേണം, പ്രെഡിക്റ്റബിളും ആയിരിക്കണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഇവിടെ നമ്മളിൽ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സ്ട്രക്ചറും റുട്ടീനും നമ്മൾക്കിഷ്ടമുള്ള സ്ട്രക്ചറും റുട്ടീനും എന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം ഈ ഗോൾ സെറ്റിംഗ് സെഷനുകളിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. കാരണം ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ആണ്. നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളപ്പോ പറയും, എനിക്കൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നാളെ മുതൽ ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിന് കറക്റ്റ് ആയിട്ടൊരു പ്ലാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ ദിവസവും ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ റുട്ടീൻ അവിടെ ക്ലിയർ ആണ്, പ്രെഡിക്റ്റബിൾ ആണ്, ബിക്കോസ് എന്റെ ഗോൾ ഇതാണ്, ഞാൻ ഈ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബ്രെയിൻ പറയുന്ന
ബ്രെയിനിന്റെ സ്ട്രക്ചറും റുട്ടീനും പ്രെഡിക്റ്റബിലിറ്റിയുമാണ്. ഈ ബ്രെയിനിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം, ബ്രെയിൻ നമ്മളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. ഇവൻ എന്തോ ആയി നാളെ ചെയ്യാൻ പോണേ എന്ന് ബ്രെയിൻ ഒബ്സർവ് ചെയ്യും. ഒരു 2-3 തവണ നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിൻ അതിനെ ഒരു പാറ്റേൺ ആകും, അതിനെ അങ്ങ് ഓട്ടോമേറ്റ് ചെയ്യും. അതാണ് ബ്രെയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ന്യൂറൽ പാറ്റേൺസ്, അല്ലെ? മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും ന്യൂറൽ പാറ്റേൺസ്. ഈ ന്യൂറൽ പാറ്റേൺസ് എന്താണ് എന്നൊന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ പെട്ടെന്ന്? ഒരു കാര്യം ചെയ്യുമ്പോൾ ന്യൂറോൺസ് തമ്മിൽ കണക്റ്റഡ് ആവും. അപ്പൊ അങ്ങനെ കണക്റ്റഡ് ആവുമ്പോൾ അത് തമ്മിലുള്ള ഒരു ലിങ്ക് ആകുമ്പോൾ കുറെ ന്യൂറോൺസ്, ലക്ഷക്കണക്കിന് ന്യൂറോൺസ് കണക്ട് ആകുമ്പോൾ ഒരു പാത്ത് ആവും, ന്യൂറൽ പാത്വേ ഉണ്ടാവും. അപ്പം നമുക്കത് ഫെമിലിയർ ആവും. അതെ അതെ, അതാണ് ന്യൂറൽ പാറ്റേൺ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒബ്സർവ് ചെയ്തിട്ട് ബ്രെയിൻ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നു, അതിനെ ഒരു ലൂപ്പ് പോലെ അങ്ങ് ഇടും. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഈ ലൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പാട്ട് ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ മാറ്റുന്നത് വരെ, അല്ലെ? അതാണ് ബ്രെയിൻ പറയുന്ന റുട്ടീനും അതിന്റെ സ്ട്രക്ചറും. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ബ്രെയിനിന് ഇതങ്ങ് റുട്ടീനും സ്ട്രക്ചറും ആക്കിയാ പോരെ, അതിനെന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നേ, അല്ലേ? ശരിയല്ലേ? സ്വാഭാവികമായ ചോദ്യം. നമ്മളുടെ ബ്രെയിനില് എത്ര ന്യൂറോൺസ് ഉണ്ടെന്ന് അറിയാമോ? നമുക്കൊരു അപ്രോക്സിമേറ്റ് കണക്കേ പറയാൻ പറ്റുള്ളൂ, നമുക്കൊരു കറക്റ്റ് കണക്ക് പറയാൻ പറ്റില്ല. കാരണം ന്യൂറോൺസ് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പുതിയ ന്യൂറോൺസിനെ ബ്രെയിന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഈ ന്യൂറോൺസ് എന്താണെന്ന് അറിയാമോ? ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മളുടെ, നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്താലും മതി. ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിലും നമ്മളുടെ നെർവസ് സിസ്റ്റത്തിലുമുള്ള, അല്ലെങ്കിൽ നമ്മുടെ നെർവ്സിലുമുള്ള സെൽസിനെയാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു അഡൽട്ട് ബ്രെയിനില് അറൌണ്ട് 86 ബില്യൺ ന്യൂറോൺസ് ആണ് ഉള്ളത്. 86 ബില്യൺ ന്യൂറോൺസ്. ഈ ന്യൂറോൺസ് ഒക്കെ തമ്മിൽ കണക്ട് ചെയ്താണ് ഈ പറയുന്ന ന്യൂറൽ പാറ്റേൺസ് ബ്രെയിന് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഞാനൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം, പെട്ടെന്ന് ആൻസർ ചെയ്യണം. ചാറ്റിനകത്തൊന്ന് ആൻസർ ചെയ്താൽ മതി, നമുക്കൊരു രസമാകുമല്ലോ. അല്ലെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ഒരു അഡൽട്ട് ബ്രെയിനില് അപ്രോക്സിമേറ്റ്ലി എത്ര ന്യൂറൽ പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും? ഗൂഗിൾ ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് ആൻസർ പറയണം. 86 ബില്യൺ ന്യൂറോൺസ് ഉണ്ടെങ്കിൽ 86 ബില്യൺ ന്യൂറൽ പാത്വേസ് ഉണ്ടാവണല്ലോ. ഓക്കെ, വേറെ എന്തെങ്കിലും ആൻസർ? അല്ല, ന്യൂറോജെനിസിസ് ചിലത് കണക്ട് ചെയ്യാതിരുന്നാൽ അങ്ങ് മരച്ചു, അതങ്ങ് സെറ്റായി. അതുകൊണ്ടാണ് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് കണക്കേ നമുക്ക് പറയാൻ പറ്റും. നമുക്കൊരു കൃത്യം കണക്ക് പറയാൻ പറ്റില്ല. ഒരു അപ്രോക്സിമേറ്റ്ലി എത്ര ന്യൂറൽ പാറ്റേൺസ് ഉണ്ടാകും ഒരു അഡൽട്ട് ബ്രെയിനിൽ. വേറെ എന്തെങ്കിലും ആൻസർ? ഇല്ലെങ്കിൽ ഞാൻ ആൻസർ പറയാം. ചാറ്റിൽ എളുപ്പമുള്ള പരിപാടി. ആൻസർ പറയുന്നതാണ് എളുപ്പം. കാരണം ഇവിടെ മോർ ദാൻ 86 ഇല്ലേ? ഒരാള് അതാണ് ഒരു ആൻസർ. വെരി ഗുഡ് ആൻസർ. നമ്മളുടെ ഒരു അഡൽട്ട് ബ്രെയിനില് നമുക്ക് 100 ട്രില്യൺ ന്യൂറൽ പാറ്റേൺസ് ആണ് ഉള്ളത്. അപ്രോക്സിമേറ്റ്ലി 100 ട്രില്യൺ പാറ്റേൺസ്. എനിക്ക് തോന്നുന്ന മില്യണ് 7 പൂജ്യമാണ് ഉള്ളത്, അല്ലേ? ഒരു മില്യണ്, ട്രില്യൺ എത്ര പൂജ്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മനസ്സിന് 12 ട്രില്യണ് 12 പൂജ്യം. ഓക്കെ, അപ്പോ ഇത്രയും ന്യൂറൽ പാറ്റേൺസ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഒരു പുതിയ പരിപാടിയുമായിട്ട് ചെല്ലുന്നത്. നമ്മളുടെ ബ്രെയിന് ഈ പുതിയത് കൊണ്ടുവരുമ്പം നമ്മളോട് എന്തു പറയും? ഗോ ടു യുവർ ക്ലാസ്സസ് എന്ന് പറയും, അല്ലേ? കാരണം ബ്രെയിന് ഈ ന്യൂറൽ പാറ്റേൺസ് ഉണ്ടാക്കി ഇതിനെ ഓട്ടോമേറ്റ് ചെയ്ത് ഇടുന്നതിന് ഒരു കാരണമുണ്ട്. ബ്രെയിനിന് വേറെ ഒരുപാട് ഫങ്ഷൻ ഉണ്ട്, ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ബ്രെയിനിനുണ്ട്. നമ്മളുടെ ഹാർട്ടിനെ വർക്ക് ചെയ്യിപ്പിക്കണം, നമ്മളുടെ കിഡ്നി, ലിവർ, നമ്മളുടെ ബാക്കിയുള്ള നമ്മളുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മളുടെ പാൻക്രിയാസ്, ഇങ്ങനെയുള്ള നമ്മളുടെ ഓർഗൻസിനെ എല്ലാം വർക്ക് ചെയ്യിപ്പിക്കണം, ബ്ലഡ് പമ്പ് ചെയ്യണം. ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ കൊണ്ട്
കറക്റ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിടത്താണ് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ പരിപാടിയുമായിട്ട് ചെല്ലുന്നത്. അപ്പൊ തന്നെ ബ്രെയിൻ നമ്മളോട് പറയും ഗോ ടു യുവർ ക്ലാസ്സസ് എന്ന്. കാരണം ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഫിയർ ഫാക്ടറാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെ അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ, പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ ഒരു ആഴ്ച ചെയ്യും, 2 ആഴ്ച ചെയ്യും, അല്ലെ 1 മാസം ചെയ്യും. അത് കഴിയുമ്പോൾ എന്തുകൊണ്ടോ നമ്മൾ ഭയങ്കര ബിസി ആകുന്നു, എന്തൊക്കെ കൊണ്ടോ നമുക്ക് ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ന്യൂറൽ പാറ്റേൺ ഉണ്ടാക്കി ഓട്ടോമേറ്റ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് എങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടായിരിക്കും, അല്ലെ? അതിന്റെ കാരണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാല്, നമുക്ക് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ബ്രെയിനിന് ഇഷ്ടമുള്ള വേറൊരു കാര്യമാണ് പ്രെഡിക്റ്റബിലിറ്റി. അതായത് ഇപ്പൊ നമ്മളൊരു GPS ഒക്കെ ഇട്ടിട്ട് ഒരിടത്ത് പോവാണെന്ന് വെക്കുക, നമ്മളൊരു പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്കറിയാം നമ്മളുടെ GPS കറക്റ്റ് ആയിട്ട്, താങ്ക് യു ജിനേഷ്, കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന് നമുക്ക് അറിയാം. എന്നാലും നമ്മൾ ആ GPS ഇട്ടിട്ട് നമ്മൾ ഒന്ന് നോക്കും, അല്ലെ? ഈ റൂട്ട് ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഒരു കൺഫേമിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് നോക്കും. അതേപോലെയാണ് ബ്രെയിനിന് ആ പ്രെഡിക്ഷൻ, അതായത് കൃത്യമായിട്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ പലരും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുക. അപ്പൊ ഇപ്പോ നമ്മൾ ജനുവരിയിൽ ഒരു കാര്യം ചെയ്യണം, ഞാൻ ജനുവരി 1 മുതൽ ഇന്ന കാര്യം ഫോക്കസ് ചെയ്യാൻ പോവാണെന്നോ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ മുതൽ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് പറയുക. അത് എന്തുകൊണ്ടാണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. പക്ഷെ നമ്മൾ നമ്മളോട് പറയുമ്പോൾ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ആ പ്ലാൻ, ഓക്കെ ഇതാണ് ദേവി, ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഫൈൻ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പുതിയ സ്ട്രോങ്ങർ ന്യൂറോൺസിനെ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ന്യൂറോൺസിനെ വെച്ചിട്ട് എനിക്ക് പുതിയ പാറ്റേൺ ഉണ്ടാക്കി, ഒരു സ്ട്രോങ്ങർ പാറ്റേൺ ഉണ്ടാക്കി എനിക്ക് ദേവിക്ക് കൊടുക്കാൻ പറ്റും എന്ന് ബ്രെയിന് മനസ്സിലാവും. അപ്പൊ ആ ഒരു നമ്മളുടെ ആ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് ബ്രെയിനിനുള്ള അതിനുള്ളൊരു റിമൈൻഡറും അതിനുള്ള ഒരു ഫെമിലിയാരിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരാള് തീരുമാനിക്കുകയാണ്, എനിക്ക് ഈ നെക്സ്റ്റ് ഇയർ 2026 എനിക്കൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മള് ഈ ജനുവരി 1-ാം തീയതി അതിന് പ്ലാനിന് ഇരിക്കാതെ നമ്മൾ നേരത്തെ തന്നെ നമ്മളോട് തന്നെ പറയുക, ഞാന് ഇതാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു എന്താ പറയാ, ഒരു കൺഫേമിറ്റി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ബ്രെയിൻ ഈ പറഞ്ഞ പോലെ പുതിയ ന്യൂറോൺസിനെയും ന്യൂറൽ പാറ്റേൺസിനെയും ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ബ്രെയിനിന് ഏറ്റവും ഇഷ്ടം നമ്മൾ ആ പ്ലാൻ വിഷ്വലൈസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ പലരും ഇപ്പോ മാനിഫെസ്റ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും വിഷ്വലൈസ് ചെയ്യും, അല്ലെ? വിഷ്വലൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഗോളാണ് വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മളുടെ ആ ഔട്ട്പുട്ട് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും വിഷ്വലൈസ് ചെയ്യുന്നത്. ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് നമ്മളുടെ സ്റ്റെപ്സ് ആണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ എന്നുള്ള നമ്മളുടെ ഒരു ആക്ഷൻ പ്ലാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. ആ ആള് വിഷ്വലൈസ് ചെയ്യേണ്ട, ഇപ്പൊ ഒരാൾ വിചാരിക്കുകയാണ് അയാൾക്കൊരു 30 കിലോ ഈ 2026 കുറയ്ക്കണം. അപ്പൊ നമ്മൾ പലപ്പോഴും വിഷ്വലൈസ് ചെയ്യുന്നത് ഈ 30 കിലോ കുറഞ്ഞ ആളായിട്ടാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. എഗെയിൻ അത് നമ്മളുടെ ബ്രെയിനിന് അത് വലിയ ജോലിയാണ്. അതായത് ബ്രെയിനിന് അറിയാം നമ്മൾ ഇതൊക്കെ വിചാരിക്കും, നമ്മൾ കുറച്ച് ദിവസം പട്ടിണി കിടക്കും, അത് കഴിയുമ്പോൾ നമ്മൾ ആ പട്ടിണി കിടന്നതിന്റെ 10 ഇരട്ടി നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് ഭയങ്കരമായ ക്രേവിംഗ് ഉണ്ടാകും, നമ്മൾ ഈ ഫുഡ് കഴിക്കും. അപ്പൊ ഞാൻ നിന്റെ ഹാർട്ടിനെയും കിഡ്നിയെയും ലിവറിനെയും ഒക്കെ ഞാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ എന്നുള്ള ഒരു ഭയങ്കരമായ ആ ത്രെട്ട് എഗെയിൻ ബ്രെയിനിന് വരും. അതുകൊണ്ടാണ് നമ്മൾ എത്ര വിഷ്വലൈസ് ചെയ്ത്, ഇപ്പൊ പലരും പറയാറുണ്ട്, ഞാൻ ഒരുപാട് വിഷ്വലൈസ് ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് വീണ്ടും വീണ്ടും പേടിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഈ 30 കിലോ കുറഞ്ഞ ആളായിട്ട് കാണുന്നതിന് പകരം നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് വെള്ളം കുടിക്കുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ ജിമ്മിലെ മിററിൽ
നമ്മളെ കാണുന്നത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. നമ്മളുടെ വേർപ്പൊക്കെ തുടച്ചൊക്കെ ഇങ്ങനെ സമാധാനമായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ? അല്ല, ഇത് നല്ല സുഖമുള്ളൊരു പരിപാടിയാ അല്ലേ? വെള്ളം കുടിക്കുക, നല്ല പരിപാടി. കണ്ണാടിയിലൊക്കെ നോക്കി നമ്മളെ ഒന്ന് കണ്ട് ആസ്വദിക്കുക, ആ പുറകിൽ അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്നവരെയും കണ്ട് ആസ്വദിക്കാം, അതും നല്ലൊരു പരിപാടിയാണ്. ഈ വേർപ്പൊക്കെ തുടയ്ക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ഓഫ് അച്ചീവ്മെന്റ് ഒക്കെ വരും. ഇതാണ് ബ്രെയിൻ പറയുന്ന പ്രെഡിക്റ്റബിലിറ്റി. ഇതാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ആ എൻഡ് റിസൾട്ടിനെ അല്ല നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഗോൾ സെറ്റിങ്ങില് പ്രീ പ്ലാനിങ് ആണ് ഇത്, അല്ലെങ്കിൽ നമ്മളുടെ പ്രീ ഗോൾ സെറ്റിംഗ് ഫേസ് ആണ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുക, നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, നമ്മളോട് തന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുക. അപ്പൊ ഈ ഒരു അഷ്വറൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കറക്റ്റ് ആയിട്ട് അതിന് വേണ്ട ന്യൂറൽ പാറ്റേൺസിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരും. അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് വിചാരിച്ച് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോവാം. ഓക്കെ, ഇനി ഞാനൊരു പ്രസന്റേഷൻ ഞാനൊന്ന് ഷെയർ ചെയ്യും. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എന്നോടൊന്ന് തംസപ്പ് തന്നാൽ മതി. ഓക്കെ, താങ്ക് യു. നമുക്കിനി നമ്മളുടെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് വിത്തിൻ ദാറ്റ് ഗോൾ സെറ്റിംഗ് ഫേസ് ആണ്. നമ്മൾ ആ ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് ഇഫക്റ്റീവായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഗോളിനെ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഞാന് ഒരുപാട് ഓർഗനൈസേഷൻസിൽ ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പം പലപ്പോഴും പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ, ഫോക്കസ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. വളരെ നല്ലൊരു ടെക്നിക്കാണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഗോൾഡൻ ട്രയാങ്കിളിന് 3 ഏരിയ ഉണ്ട്. 1 ക്ലാരിറ്റി, 2 കേപ്പബിലിറ്റി, 3 കമ്മിറ്റ്മെന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. വരച്ചിട്ട് അതിൽ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് എഴുതുക, എന്നിട്ട് ക്ലാരിറ്റി, കേപ്പബിലിറ്റി, കമ്മിറ്റ്മെന്റ് എന്ന് എഴുതുക. നമ്മള് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നമുക്ക് നല്ല ക്ലാരിറ്റി വേണം, നമുക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യത്തില് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഗോള് സെറ്റ് ചെയ്ത് അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും അതിനെപ്പറ്റി നമുക്ക് വളരെ വി വിൽ ബി ഏബിൾ ടു ഡിഫൈൻ ഇറ്റ് വെരി ക്ലിയർലി എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടായിരിക്കും അല്ലെ? അതേ സാധനമാണ് ഈ ക്ലാരിറ്റി. പക്ഷെ നമ്മൾ എങ്ങനെ ഈ ക്ലാരിറ്റി കൊണ്ടുവരും? സോറി യെസ്, ഞാനത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ക്ലാരിറ്റി നമ്മൾ എങ്ങനെ കൊണ്ടുവരും? അപ്പൊ നമ്മൾ പറയും, എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ, എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ശരിക്കും ക്ലാരിറ്റി ഉണ്ടോ എന്ന്, നമ്മൾ ഈ പറഞ്ഞ ക്ലാരിറ്റി നമുക്കുണ്ടോ എന്നറിയാൻ നമുക്ക് വേറൊരു മാനേജ്മെന്റ് ടെക്നീക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്ലാരിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീക്ക് എന്ന് പറയുന്നതാണ്, ഓക്കെ, ലെറ്റ്സ് ഡു ദിസ് ആക്ടിവിറ്റി. നിങ്ങൾക്ക് ഞാൻ 3 മിനിറ്റ് തരാം സമയം. നിങ്ങളുടെ ഗോൾ 2026 എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗോള് നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക. ഇല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, വാട്ട് ഡു ഐ നീഡ്, വാട്ട് ഡു ഐ വാണ്ട് ഇൻ 2026 എന്നുള്ളത് ഒന്ന് എഴുതുക. ഒരു 3 മിനിറ്റ് സമയം തരാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
ഓക്കെ, എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നമ്മളുടെ ഗോളില് നമുക്ക് ക്ലാരിറ്റി ഉണ്ടോ ഇല്ലേന്ന് നമ്മൾ ചെറിയൊരു അസസ്മെന്റ് ചെയ്യാൻ പോവാണ്. ഇത് അഗൈൻ ഇപ്പോ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ സ്മാർട്ട് ടെക്നീക്ക് എന്ന് പറയുന്ന കാര്യം. സ്മാർട്ട് എന്ന് പറയുന്നത് ഒരു അബ്രിവിയേഷൻ ആണ്. സ്മാർട്ട് ടെക്നീക്സ് കേട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ കാണും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഈ സ്മാർട്ടും ഗോൾഡൻ ട്രയാങ്കിളും യൂസ് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ഓൾവേസ് സീൻ ദർ ഈസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് വെൻ യു ബ്രിങ് ദാറ്റ് എലിമെന്റ് ഇൻ ടു യുവർ ഗോൾസ്. അപ്പൊ അതെന്താന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഈ സ്മാർട്ട് എന്ന് പറയുന്നത് ഒരു അബ്രിവിയേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ അബ്രിവിയേഷൻ വിൽ സ്റ്റാർട്ട് ആസ് സ്പെസിഫിക്. ഇപ്പൊ നമ്മളുടെ ഗോള് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോളാണോ, ഇത് കറക്റ്റ് ആയിട്ട് എനിക്ക് എന്താണ് വേണ്ടത് എന്ന് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് നോക്കണം. നെക്സ്റ്റ്, നമ്മൾ എങ്ങനെ നമ്മളുടെ ഗോളിനെ, നമ്മളുടെ പ്രോഗ്രസിനെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? ഹൗ ഡു വി നോ വെദർ ഐ എം മേക്കിംഗ് പ്രോഗ്രസ്? അതെങ്ങനെ നമുക്ക് സാധിക്കും? ഇസ് ദിസ് അച്ചീവബിൾ? ഇത് നമുക്ക് നേടാൻ പറ്റുന്ന ഒരു ഗോളാണോ? ദാറ്റ് ഡസന്റ് മീൻ ഇഫ് യു സേ ഓ ഐ ഡോണ്ട് നോ or I'm not sure, that doesn't mean it is not achievable. It means there are techniques, there are steps that we can do to make it achievable. അപ്പോ അത് അച്ചീവബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യം. ഇനി ഇത് എന്റെ ഗോളാണോ അതോ വേറെ ആരുടെയെങ്കിലും ഗോളാണോ? വെരി റെലവെന്റ് when it comes to goal setting. ഞാൻ പറയാൻ കാരണം 5 വർഷമായിട്ട് ഒരേ ഗോള് ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആൻഡ് വെൻ വി വെന്റ് ടു ദ കോർ ഓഫ് ദാറ്റ് ഇഷ്യൂ, നമുക്ക് മനസ്സിലായത് എല്ലാരും ചെയ്യുന്നു, എല്ലാരും ചോദിക്കുന്നു, അപ്പോ പിന്നെ ഞാൻ മാത്രം അത് ചെയ്യാതിരുന്നാൽ എങ്ങനെ ശരിയാകും? അങ്ങനെ അതുകൊണ്ട് ഒരു ഗോളിനെ പെർസ്യൂ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോ സോ യു നീഡ് ടു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ, ഇസ് ദിസ് റെലവെന്റ്? Is this relevant to me? Is this my goal or is it someone else's goal? Somebody else wants to do this so that I'm, following. ഇനി ടൈം ബൗണ്ട്. വാട്ട് ഈസ് ദ ടൈം യു സെറ്റ്? നമ്മൾ എത്ര സമയമാണ് ഒരു കാര്യത്തിന് സെറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് നേടാൻ സാധിക്കുമോ? ഇവിടെ ഉള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ ടൈം എന്ന് പറയുന്നത് നമ്മൾ ടു ലോങ് ആയാലും നമുക്ക് ബോറടിക്കും. കാരണം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുമ്പോൾ നമ്മളെ അത് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആക്കും, നമ്മളെ ഒരുപാട് ടയേർഡ് ആക്കും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമുക്കത് ഇത്ര ടൈമിൽ ഇന്ന കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത് ആ ടൈമിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനകത്ത് ഒരു സംഗതി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. ആ ട്വിസ്റ്റ് ആണ് ഇമോഷണൽ കണക്ഷൻ. എന്താണ് നിങ്ങളുടെ ഇമോഷണൽ കണക്ഷൻ ടു ദാറ്റ് ഗോൾ? വൈ ഡസ് ദിസ് ഗോൾ മാറ്റർ ടു മീ എന്ന് ചോദിക്കണം നമ്മൾ. എന്തിനാണ് എനിക്ക് ഈ ഗോൾ? ഞാൻ എന്തിനാണ് ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നത്, ഞാൻ എന്തിനാണ് ജിമ്മിൽ പോകുന്നത്, ഞാൻ എന്തിനാണ് ജോലി മാറുന്നത്? Whatever it is, you need to ask that question. Why am I connected to this goal emotionally? എന്ത് ഇമോഷൻ ആണ് അതിന് പുറകിലുള്ളത്? വാശിയാണോ, അതോ വേറെ എന്തെങ്കിലും, ലവ് ആണോ, ഹേറ്റ്രഡ് ആണോ? വാട്ട് ഈസ് ദിസ് ഇമോഷൻ ദാറ്റ് ഐ കുഡ് കണക്ട് ടു മൈ ഗോൾ? ഇനി ഇത്രയും പറഞ്ഞപ്പോഴും നമുക്ക് അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ലെങ്കിൽ
നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ക്ലാരിറ്റിക്കുള്ള ഒരു എക്സസൈസ് ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ ആണ്. ലെറ്റ്സ് സേ വൺ ഓഫ് us wants to start a business, or you are a business owner. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് ഓപ്ഷൻ 1, നമ്മളുടെ 2026 ഗോൾ എന്ന് പറയുന്നത് I want to improve my client engagement in 2026. അതൊരു ക്ലിയർ ഗോൾ ആണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ആരുമില്ല, ബിക്കോസ് ഞാൻ നിങ്ങളെ ഓൾറെഡി ആൻസർ കാണിച്ചല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യും? സെക്കൻഡ് ഓപ്ഷൻ, I want to improve my client engagement by 20% within the first 3 months. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള, നമ്മളിപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെയുള്ള വെരി സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവെന്റ്, ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു ഗോളാണ്. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. എന്താണ് വേണ്ടത് എനിക്ക് സ്പെസിഫിക് ആയിട്ട്, എനിക്ക് എങ്ങനെ അതിനെ മെഷർ ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും, എങ്ങനെ അത് ഇമോഷണലി കണക്റ്റഡ് ടു മീ, അതിനുള്ള ആൻസർ ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ ഒരു ഗോളിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ, ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. നമ്മളോടൊന്ന് നമ്മളുടെ ഗോൾ എടുത്തിട്ട് നമ്മളൊന്ന് ചോദിക്കണം, വാട്ട് എക്സാക്ട്ലി ഡു ഐ വോണ്ട് ടു അച്ചീവ്? ശരിക്കും എനിക്ക് എന്താ വേണ്ടത്? അൻസാരി, യു വാണ്ടഡ് ടു സേ സംതിങ്? സോ നമ്മൾ ആ ചോദ്യം നമ്മളോടൊന്ന് ചോദിക്കണം. നമ്മൾ രണ്ടാമത് ചോദിക്കേണ്ട ചോദ്യം, ഈ ഗോൾ എനിക്ക് എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഗോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ റൈറ്റ് നൗ? എന്തുകൊണ്ടാണ് ഈ ഗോൾ? ഇപ്പൊ നമുക്ക് ഹെൽത്ത്, നമ്മൾ ജിമ്മിൽ പോകുന്ന ഒരാളാണ്, എനിക്ക് ജിമ്മിൽ പോകണം. നെക്സ്റ്റ് ഇയർ ഫ്രം 2026 ഐ എം ഗോയിങ് ടു ഹിറ്റ് ദ ജിം എവറി ഡേ, എവറി മോർണിംഗ്, ഈറ്റ് ക്ലീൻ, എക്സസൈസ് ഡെയിലി, മെഡിറ്റേറ്റ്. ഇതാണ് നമ്മളുടെ ഗോൾ എങ്കിൽ why is this important to me? അപ്പൊ നമ്മൾ പറയും എന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനാണ് എന്ന്. ഈ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മൾ ചോദിക്കണം. അവിടെയാണ് നമ്മളുടെ ഇമോഷണൽ കണക്ഷൻ ഉള്ളത്. ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത എന്റെ ഒരു ക്ലയന്റ് എന്നോട് പറഞ്ഞത്, ഞങ്ങളിങ്ങനെ കുറേ നാളായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡോക്ടറെ കാണുന്നു, ട്രെയിനേഴ്സിനെ മാറി മാറി അപ്പോയിന്റ് ചെയ്യുന്നു, എന്നിട്ടൊന്നും ആ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ ഏതോ ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു, ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു യുവർ മൈൻഡ്, യു നീഡ് ടു ഗോ ആൻഡ് സീ സംബഡി ഹു വർക്ക്സ് വിത്ത് ദ മൈൻഡ് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ അത് അൺഫോൾഡ് ചെയ്ത് വന്നപ്പോ ഭയങ്കര രസമാണ്. ആ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് വിചാരിച്ചതിന്റെ ശരിക്കുള്ള റീസൺ, അപ്പൊ എന്റെ ഹെൽത്ത് നന്നാക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ശരിക്കുള്ള റീസൺ, they wanted to spend time with their kids. അവരുടെ കുട്ടികള് പുറത്തുപോയി ക്രിക്കറ്റ് കളിക്കുന്നു, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നു. അപ്പൊ എത്രയും സമയം അവരുടെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരുന്നു ആ ഒരു ഗോളിന്റെ കോർ. നമുക്കത് പറയുമ്പോൾ ഭയങ്കര സില്ലി ആയിട്ട് തോന്നും. പക്ഷേ പിന്നുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാല്, അവര് വീട്ടില് ജോലി ചെയ്യുന്നത് വരെ ഒരു വെയിറ്റ് ലോസിന്റെ ഒരു സ്റ്റെപ്പായിട്ട് എടുത്തു. അതായത് വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ, വീട്ടിൽ നടക്കുമ്പോൾ, സ്റ്റെപ്സ് കയറുമ്പോൾ ഒക്കെ അവര് സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാൻ തുടങ്ങി. അവർക്ക് നന്നായിട്ട് ആ വെയിറ്റ് ലോസ്, അവർക്ക് ആ പ്രോഗ്രസ് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് അന്നേരമാണ് അവർ ആ ഇമോഷണൽ കണക്ഷൻ, അവരുടെ ഗോളുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ മനസ്സിലാക്കിയത്. അതുപോലെ വേണം. അപ്പൊ നമ്മൾ ഈ ചോദ്യം നമ്മളോട് ചോദിക്കണം, വൈ ഇസ് ദിസ് ഗോൾ ഇമ്പോർട്ടൻറ്റ് ടു മീ റൈറ്റ് നൗ? വാട്ട് വിൽ ഇറ്റ് ലുക്ക് ആൻഡ് ഫീൽ? ഞാൻ ഇത് നേടിക്കഴിയുമ്പോൾ, എന്റെ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ ഞാൻ എങ്ങനായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്? എന്താണ് എനിക്ക് ഫീൽ ചെയ്യേണ്ടത്? ഞാൻ എക്സോസ്റ്റഡ് ആകുവാണോ വേണ്ടത്? അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അതെന്താന്ന് ഞാൻ പറയാം. നമ്മൾ എക്സോസ്റ്റ് ആകുവാണോ വേണ്ടത്, അതോ ഡു യു ഫീൽ ഇൻസ്പയർഡ്, അതാണോ വേണ്ടത് എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം. വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് ഈ ഗോള് അച്ചീവ് ചെയ്യാൻ എനിക്ക് വേണോ? ഇപ്പോ നമ്മളുടെ ഒരു പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ഫാമിലിയുടെ സപ്പോർട്ട്, ഇപ്പൊ ഫാമിലി ബിസിനസ്സിൽ ഇൻവോൾവ് ആയില്ലെങ്കിലും നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് വേണം. ബിക്കോസ് നമ്മൾ ഭയങ്കര ബിസി ആകാൻ പോകുന്ന ഒരു പീരീഡ് ആണ്.
സോ ഫാമിലി ഷുഡ് നോ ദാറ്റ് ഐ എം ഗോയിങ് ടു ബി ബിസി ആൻഡ് ദ ഫാമിലി ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട്. നമ്മൾ ചിലപ്പോൾ ഫാമിലി ഫംഗ്ഷൻസിനൊന്നും എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. സോ ഹൂ എൽസ് ഡു ഐ നീഡ് ഇൻ ദിസ് ജേർണി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ചോദിക്കണം. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ പ്രോഗ്രസ് മെഷർ ചെയ്യുന്നത്? നമ്മൾ ഈ മെഷറബിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് പ്രോഗ്രസ് മെഷർ ചെയ്യാം? എന്തൊക്കെ മൈൽ സ്റ്റോൺസ് ആണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക? അതായത് ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ ഈ സെയിം എക്സാമ്പിൾ ആണെങ്കിൽ, ഇതൊരു ക്ലീഷേ എക്സാമ്പിൾ ആണ് ഈ വെയിറ്റ് ലോസിന്റെ, എന്നാലും 1 വീക്ക് എന്ന് പറയുന്നത് നമുക്കൊരു മൈൽ സ്റ്റോൺ ആക്കാം, 1 മന്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മൈൽ സ്റ്റോൺ ആക്കാം. അപ്പോ എങ്ങനെയാണ് നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റുക? എന്താണ് നമുക്ക് അച്ചീവബിൾ എന്ന സ്ഥലത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, ഡു ഐ ഹാവ് ദ സ്കിൽസ്? ഇത് ഞാൻ ഈ വിചാരിക്കുന്ന ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ട സ്കിൽസ് എനിക്കുണ്ടോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇല്ല എന്നാണ് നമ്മളുടെ ആൻസർ എങ്കിൽ, ഇപ്പൊ എനിക്ക് അതിനുള്ള സ്കിൽ ഇല്ല എന്നുള്ള ആണ് ആൻസർ എങ്കിൽ, അതിന്റെ അർത്ഥം നമ്മൾ ഈ ഗോൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി പരിപാടിക്ക് പോവുക എന്നുള്ളതല്ല. അപ്പൊ നമുക്ക് ചോദിക്കാം, ഓക്കെ, ഇഫ് ഐ ഡോണ്ട് ഹാവ്, ഹൗ ഡു ഐ ഗെറ്റ് ദ സ്കിൽസ്? ഈ സ്കിൽ എന്ന് പറയുന്ന സംഗതി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതൊരു വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഗതിയേ അല്ല. സ്കിൽ ഈസ് ഓൾവേസ് സംതിങ് ദാറ്റ് യു ക്യാൻ ട്രെയിൻ യുവർ സെൽഫ് ആൻഡ് ഗെറ്റ് ബെറ്റർ അറ്റ് ഇറ്റ്. അപ്പോ നമുക്ക് നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന അടുത്ത ചോദ്യം, ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ദിവസം അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ മീഡിയയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് എന്ന് വിചാരിക്കുക. ഐ വോണ്ടഡ് ടു ഡു ഗ്രാഫിക് ഡിസൈനിങ്. നമുക്ക് നമ്മളുടെ ടെക്നിക്കൽ നോളജ് എത്രമാത്രമാണ്, എന്താണ് നമ്മളുടെ സ്കിൽ? ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഐ ക്യാൻ സക്സസ്ഫുള്ളി പോസ്റ്റ് ഓൺ ഫേസ്ബുക്ക്. അതാണ് എന്റെ ടെക്നിക്കൽ സ്കിൽ. അപ്പോ എനിക്കൊരു ഗ്രാഫിക് ഡിസൈനർ ആവാനുള്ള സ്കിൽ ഉണ്ടോ ഇപ്പോ എന്ന് ചോദിച്ചാൽ എന്റെ ആൻസർ എന്തായിരിക്കും? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫിക് ഡിസൈനിങ് എവിടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഏതൊക്കെ സമയമാണ്, എന്താണ് അതിന്റെ ഫീസ്, ഇതൊക്കെ നമുക്ക് അന്വേഷിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ അച്ചീവബിൾ എന്ന് പറയുന്ന ആ മെഷറിനെ നമ്മൾക്ക് ഫേവറബിൾ ആക്കുന്നത്. നമ്മൾ ചോദിക്കണം, നമുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുകയല്ല, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ഉണ്ടാക്കിയെടുക്കും. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ് റെലവെന്റ്. ഇത് എന്റെ ഗോളാണോ അതോ വേറെ ആരുടെയെങ്കിലും ഗോളാണോ? ഹൗ ഡസ് ദിസ് ഗോൾ അലൈൻ വിത്ത് മൈ ബിഗർ പേർപ്പസ്? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ടാകും അല്ലെ? നമുക്ക് ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ടു ഡു, ദിസ് ഇസ് ഹൗ ഐ വാണ്ടഡ് ടു ഗ്രോ. അപ്പൊ ആ പർപ്പസുമായിട്ട് നമ്മളുടെ ഗോൾ അലൈൻഡ് ആണോ? ആൻഡ് യു ഓൾസോ ആസ്ക് ദ ക്വസ്റ്റ്യൻ, വെൻ ഡു ഐ വാണ്ട് ടു അച്ചീവ് ദിസ് ഗോൾ? ഫോർ എക്സാമ്പിൾ, എനിക്ക് ലുലു മോളിനെക്കാട്ടിലും വലിയൊരു മോൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? മോളില്ല, ഒരു മോൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ മെഷർ ചെയ്യും അല്ലെ? എങ്ങനെയാണ് പറ്റുക? എനിക്ക് പഠിക്കാം, അതിന് വേണ്ട സ്കിൽസ് അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. വിതിൻ വാട്ട് ടൈം ഐ ക്യാൻ അച്ചീവ് ദാറ്റ് ഗോൾ? മേ ബി ഞാനിപ്പോ പറയാണ് 6 മന്ത്സിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അതൊരു അൺഅച്ചീവബിൾ ആയിട്ടുള്ള ഒരു, ഇറ്റ് കുഡ് ബി എ ഡ്രീം. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ജസ്റ്റ് എ ഡ്രീം, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എ ഗോൾ അല്ലെ? അപ്പൊ നമ്മൾ അതിനെ ഒന്ന് മെഷർ ചെയ്യണം. എത്ര നാളുകൊണ്ട് എനിക്കിത് നേടാൻ സാധിക്കും? എന്തൊക്കെ ഞാൻ ചെയ്താലാണ്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്കത് നേടാൻ സാധിക്കുക? പിന്നെ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ അതേ കാര്യം, നമ്മൾ ഇമോഷണലി എങ്ങനെയാണ് ഈ ഗോളുമായിട്ട് കണക്റ്റഡ് ആവുന്നത്? ഇപ്പോ ഒരാൾക്ക് ജോലി മാറണം, എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കണം, എനിക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങണം, എനിക്ക് പുതിയ ബ്രാഞ്ച് തുടങ്ങണം, എനിക്ക് കുറെ ആൾക്കാർക്ക് ജോലി കൊടുക്കണം. ഇതില് എവിടെയാണ് നമ്മളുടെ ഇമോഷണൽ കണക്ഷൻ? വൈ ഡസ് ദിസ് ഗോൾ മാറ്റർ ടു മീ ഓൺ എ ഡീപ്പർ ഇമോഷണൽ ലെവൽ? അതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആണോ? യെസ്. ഇനി നമുക്ക് നമ്മളുടെ ഗോൾഡൻ ട്രയാങ്കിളിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകാം. നമ്മളുടെ ഗോൾഡൻ ട്രയാങ്കിളില് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് കേപ്പബിലിറ്റി അല്ലെ? ഡു ഐ ഹാവ് വാട്ട് ഇറ്റ് ടേക്സ് ടു മേക്ക് ദിസ് ഹാപ്പൻ എന്ന ക്വസ്റ്റ്യൻ ആണ്
കേപ്പബിലിറ്റിയിൽ നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ സ്മാർട്ട് ടെക്നിക്കിൽ നമ്മൾ ആ പറഞ്ഞില്ലേ, ഇസ് ദിസ് അച്ചീവബിൾ, ഇസ് ദിസ് റെലവെന്റ് എന്ന ആ ചോദ്യം നമ്മൾ ചോദിച്ചില്ലേ, അതേ സംഗതിയാണ്. ഇത് അച്ചീവ് ചെയ്യാൻ ഇപ്പൊ എന്റെ കയ്യിൽ എന്താണ് ഉള്ളത്, അതാണ് നമ്മളുടെ കേപ്പബിലിറ്റി. ഇപ്പോ അതിനെ അച്ചീവ് ചെയ്യാനുള്ള സംഗതികൾ നമ്മളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമ്മൾ പഠിക്കും, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ അത് സോഴ്സ് ചെയ്യും, നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഈ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് അതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാ, മാരത്തൺ ഓടണം എന്നുള്ളതാണ് ഒരാളിന്റെ ആഗ്രഹം എന്ന് വിചാരിക്കുക. മാരത്തൺ ഓടുക. മാരത്തൺ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുന്നു, എന്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് കൗച്ചിൽ കിടന്നിട്ട് അവന് TV കാണുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മാരത്തൺ ഓടണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലാരിറ്റി ഉണ്ട്, അടുത്ത 3 മാസത്തിനുള്ളിൽ ഒരു മാരത്തൺ വരുന്നുണ്ട്, അതിന് എനിക്ക് ഓടണം. നമ്മളുടെ കേപ്പബിലിറ്റി നമ്മൾ നോക്കും. അപ്പോ ഇപ്പൊ നമുക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും. എന്താണ്? അടുത്ത നമ്മളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും റണ്ണിങ് ക്ലബ് ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം. നമ്മൾ ആദ്യമേ നാളെ രാവിലെ തന്നെ ഇറങ്ങി ഓടാതെ നമുക്ക് ആദ്യം ഒരു 2 ആഴ്ച നടക്കാം. ഒരു 20 മിനിറ്റ്സ് നടന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഫോമിലോട്ടൊന്ന് വരും, അല്ലെ? നമുക്കൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. അത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജോഗ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തുള്ള ഒരു റണ്ണിങ് ക്ലബിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അവിടെ നമ്മൾ അക്കൗണ്ടബിൾ ആകും, നമ്മളുടെ ഗോളിന് നമ്മൾ അക്കൗണ്ടബിൾ ആകും. ഇങ്ങനെയാണ് നമ്മൾ കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യുന്നത്. വാട്ട് ഡു ഐ ഹാവ് റൈറ്റ് നൗ? ഡു ഐ ഹാവ് വാട്ട് ഇറ്റ് ടേക്സ് ടു മേക്ക് ദിസ് ഹാപ്പൻ എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും. സോ വാട്ട് ഡു ഐ ഹാവ് നൗ? ഐ ഡു ഹാവ് ദ വിൽ പവർ, ഐ ഡു വോണ്ട് ടു അച്ചീവ് ദിസ്. ഇതായിരിക്കും നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഉള്ളത്. സോ ഹൗ ഡു ഐ ബിൽഡ് ദാറ്റ് സ്കിൽ? നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ സ്കില്ലിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഈ 2 കാര്യങ്ങളിൽ ക്ലാരിറ്റി വന്നാൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഇങ്ങ് പോന്നോളൂ. നമ്മൾ കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട. കാരണം ക്ലാരിറ്റി ബ്രിങ്സ് എ ലോട്ട് ഓഫ് ഇമോഷണൽ അവെയർനെസ്, അല്ലെ ഇമോഷണൽ റിലീഫ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ അമിഗ്ഡല ആക്ടിവേറ്റ് ആകുന്നതും നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ കാം ഡൗൺ ചെയ്യുന്നതും ഒക്കെ ഈ 2 കാര്യങ്ങളിലാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രോളിംഗ് ഒക്കെ നിർത്തും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുന്നു. നമ്മൾ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ കുറെ നല്ല രസമുള്ള വീഡിയോസ് കാണുന്നു, റീൽസ് കാണുന്നു, അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ 2 കാര്യങ്ങൾ, ക്ലാരിറ്റിയും കേപ്പബിലിറ്റിയും നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിലായി കഴിഞ്ഞാൽ, നമ്മളുടെ ബ്രെയിനിന്റെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് പല ഭാഗങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാകും. ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഒരു റേഡിയോ പോലെയാണ്. ഇപ്പൊ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു റേഡിയോ ആണെങ്കിൽ അത് വെറുതെ ഇങ്ങനെ ബസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? വൺസ് യു ഗെറ്റ് എ ഫോക്കസ്, അതെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഫോക്കസിലേക്ക് അതിന്റെ എനർജി മുഴുവനായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പൊ ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഈ 2 നമുക്ക് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എവിടെ നിന്നാണോ അത് കണ്ടുപിടിച്ച് നമുക്ക് കൊണ്ടുതരും. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിൽ ഉണ്ടായിരുന്നു ഇതുവരെ, പക്ഷെ നമ്മളുടെ ഫോക്കസ് മറ്റെവിടെയോ ആയിരുന്നു. നമുക്ക് ക്ലാരിറ്റി വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഫോക്കസ് കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അതിന്റെ ഫോക്കസ് കറക്റ്റ് ആയിട്ട് ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണിച്ചു തരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്, നമ്മളുടെ ബ്രെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിനുള്ള എന്താ പറയാ, വളം നമ്മൾ ഇട്ട് കൊടുക്കില്ലേ? അപ്പൊ ഈ വളം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിൽ തന്നെയുള്ള ന്യൂട്രോഫിൻസ് എന്ന് പറയുന്ന കെമിക്കൽസ് ആണ്. ഈ നമ്മളൊരു കാര്യം ചെയ്യാൻ നമ്മൾ പതിയെ ചെയ്ത് നമുക്കൊരു റിവാർഡൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഈ ന്യൂട്രോഫിൻസ്, ബ്രെയിൻ ഈ ന്യൂട്രോഫിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഈ കെമിക്കലിനെ. അത് നമ്മൾ ഈ കുട്ടികൾക്ക് ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കൊടുക്കുന്ന പോലെയാണ്. നമ്മളുടെ ന്യൂറൽ പാറ്റേണിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു സംഗതിയാണ് ഈ ന്യൂട്രോഫിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് ഗോൾസ് നമ്മള് പലപ്പോഴും നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നതെന്ന് മനസ്സിലായി. നമ്മൾ എങ്ങനെയാണ് ഇഫക്റ്റീവ് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഗോളിനെ ഒരു വർക്കിംഗ്, ഒരു കണ്ടിന്യൂവേഷൻ നമ്മളുടെ ഗോളിന് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ബ്രേക്ക് ഡൗൺ യുവർ ബിഗ് ഗോൾസ് ഇൻ ടു സ്മോൾ വിൻസ്. അതായത്
ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നമ്മളുടെ ഗോളിനെ നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുക. കാരണം നമ്മൾ ഈ ചെറിയ സംഗതിയെ നമുക്ക് അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ പറയാണ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാള്, ഈ എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 10 കോടി രൂപയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ എവിടാ നിൽക്കുന്നത്? നമ്മളിപ്പോ നിൽക്കുന്നത് 10 ലക്ഷത്തിലാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ 12 മാസം കൊണ്ട് 10 കോടി എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോ നമ്മൾക്ക് വല്ലാത്ത ഒരു ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ ഇതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്താൽ, ഫസ്റ്റ് മന്ത് ഞാൻ എന്റെ മാർക്കറ്റിംഗ്, എനിക്ക് എന്തൊക്കെയാ വേണ്ടത് ടൂൾസ്, എന്റെ മാർക്കറ്റിംഗ് ടീമുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് എന്റെ റീച്ച് ഒന്ന് കൂട്ടാൻ, അല്ലെങ്കിൽ എന്റെ ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള വർക്ക് ഞാൻ ചെയ്യാൻ പോവാണ്. അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ആങ്സൈറ്റിയോ സ്ട്രെസ്സോ തരില്ല. അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നമ്മളുടെ ഗോൾസിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ചെറിയ പാർട്സ് അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ്. സ്മോൾ വിൻസ് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്മോൾ വിൻസ് ആണ് ബിഗ് ട്രാൻസ്ഫർമേഷൻസ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ഒരു വലിയ ബിഗർ ലീപ്പ് അല്ല. ഇപ്പൊ നമ്മളുടെ ചുറ്റുമുള്ള വലിയ കമ്പനികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വലിയ ഇപ്പോ മൈക്രോസോഫ്റ്റിലേക്കോ ആപ്പിളിലേക്കോ ഒന്നും പോകണ്ട. നമ്മളുടെ ചുറ്റുമുള്ള ചില ബിസിനസ്സുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരൊക്കെ ദേ സ്റ്റാർട്ടഡ് സംവെയർ സ്മോൾ, അല്ലെ? ഒരു ചെറിയ കടയായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു ബിസിനസ് ആയിട്ടൊക്കെ തുടങ്ങിയതാണ് പിന്നീട് വലിയ ബിസിനസ് എംപയർ ആയിട്ട് മാറിയിട്ടുള്ളത്. അല്ലാതെ പെട്ടെന്ന് ചാടി ഒരു ദിവസം അവരൊരു വലിയ ബിസിനസ് ആയതല്ല. ഇപ്പൊ സ്മോൾ വിൻസ് ഓൾവേസ് ബ്രിങ്സ് ട്രാൻസ്ഫർമേഷൻ. ഈ ചെറിയ ചെറിയ നമ്മൾ ഈ പറഞ്ഞ പാർട്ടുകൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത്, നമ്മളുടെ ബ്രെയിനിൽ ഡോപ്പമീൻ എന്ന് പറയുന്ന റിവാർഡ് ഹോർമോൺസ് ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കും, അത് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഡോപ്പമീൻ നമ്മൾക്ക് കോൺഫിഡൻസ് കൂട്ടാനും നമ്മളെ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാനും നമ്മളെ ആക്ഷൻ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണും കൂടിയാണ് ഡോപ്പമീൻ. അപ്പൊ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ അത്രയും, നമുക്ക് ആ മൊമെന്റം കൊണ്ടുവരുന്നത് നമ്മളെ ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ അലൈൻഡ് ആയിട്ടുള്ള എനർജിയാണ് എപ്പോഴും നമുക്ക് ഒരു സക്സസ് കൊണ്ടുതരിക. മിസ് അലൈൻഡ് ആയിട്ടുള്ള എനർജി നമ്മളെ എപ്പോഴും ബേൺ ഔട്ട് ചെയ്യും. അതായത് നമ്മളെ വല്ലാതെ നമ്മളെ എന്താ പറയാ സ്ട്രെസ്സും ആങ്സൈറ്റിയിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടുപോയി നമ്മളങ്ങ് ശരിക്കും നമ്മളങ്ങ് ഓവർവേമായി പോകുന്ന ഒരു ടൈം ആയിരിക്കും. ഇനി ഗോൾ സെറ്റിങ്ങില് നമുക്ക് ഏറ്റവും വേണ്ട മറ്റൊരു കാര്യമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയാമോ? Want to achieve more and more ambitious. അതെ, അത് ഒരു കാര്യം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് പലരും വിചാരിക്കുന്നത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ടോ, അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടും എപ്പോഴും നന്നായിട്ടും ഒക്കെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നമ്മൾ ടെൻഷൻ ആകാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് ടെൻഷൻ ഇല്ലാതൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെ? നമുക്ക് എപ്പോഴും നമ്മൾ പറയും ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള, ഇപ്പൊ നമ്മള് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ മനസ്സിലാകും അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫെയിലിയേഴ്സ്, നമുക്കൊരു സെറ്റ് ബാക്കുകൾ ഉണ്ടാകുമ്പോൾ, അതായത് നമുക്കൊരു പരാജയം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ വൈ മീ എന്നാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്. എന്നാലും എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അപ്പൊ നമ്മളോട് ആരെങ്കിലും പറയും അത് നിങ്ങൾ കഴിഞ്ഞ ജന്മം ചെയ്ത ഓരോ പാപങ്ങളുടെയൊക്കെ ഫലം കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും അത് ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും, അല്ലേ? ബിക്കോസ് നമ്മള് കുറെ കണ്ടീഷൻഡ് ആണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ഞാൻ ശരിയാവൂ എന്ന് നമ്മളെ കണ്ടീഷൻ ചെയ്തത് കൊണ്ടാണ് നമ്മൾ വൈ മീ എന്ന് ചോദിക്കുന്നത്. പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ എപ്പോഴും ചോദിക്കുന്നത് വാട്ട് ഈസ് ദിസ് ടീച്ചിങ് മീ എന്നാണ്. ഇതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത്? ഓക്കെ, ഐ ഹാഡ് എ സെറ്റ് ബാക്ക്,
എനിക്കൊരു ഫെയിലിയർ ഉണ്ടായി, ഒരു പരാജയം ഉണ്ടായി, അല്ലെങ്കിൽ എനിക്കൊരു എന്റെ ലൈഫിൽ ഒരു ഭയങ്കര ടേണിംഗ് ആയിട്ടുള്ള ഒരു വലിയൊരു സംഭവം, ഒരു ഈവന്റ് സംഭവിച്ചു. ഇതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത്? മേ ബി ഐ നീഡ് ടു ചേഞ്ച് മൈ habits. Maybe I need to be a little bit more disciplined. Maybe I need to learn a little bit more. അവിടെയാണ് നമ്മളുടെ ഗ്രോത്ത് സംഭവിക്കുക. ഞാൻ എപ്പോഴും ലൈഫിൽ ഭയങ്കര സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള എന്റെ ക്ലയൻസിനോട് എല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റിലേക്ക് നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുക. ബിക്കോസ് അത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. നമ്മളെ ശ്രദ്ധിക്കാൻ, നമ്മളോട് കൈൻഡ് ആകാൻ, നമ്മളോട് കമ്പാഷനേറ്റ് ആവാൻ, നമുക്ക് വേണ്ടി ജീവിക്കാൻ ഒക്കെ അത് നമ്മളെ പഠിപ്പിക്കും. അതുവരെ നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മൾ ഈ കണ്ടീഷൻഡ് ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യും. എനിക്കിതൊന്നും അറിയില്ല, എന്നെ കൊള്ളില്ല, അല്ലെ ഞാൻ ഒരു തെറ്റ് ചെയ്തു, എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായി, ഞാനൊരു ഭയങ്കര ഫെയിലിയർ ആണ്. ഇങ്ങനെ നമ്മൾ നമ്മളെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ കുഴപ്പമല്ല, നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ കണ്ടീഷൻഡ് ആണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റിന് നമ്മൾ തോറ്റുപോയാൽ നമ്മളെ മണ്ടൻ എന്നാണ് വിളിച്ചിരുന്നത്, അല്ലേ? ഓ മണ്ടനാ, ഒന്നും അറിയില്ല എന്ന് പറയും. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ 8ാം ക്ലാസ്സിലും 9ലും പഠിക്കുമ്പോൾ എനിക്ക് കണക്കിനൊക്കെ കിട്ടിയിരുന്ന 17 മാർക്ക് 18 മാർക്കൊക്കെയാണ്. അന്ന് എന്നെ മണ്ടൻ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ന്യൂറോ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പേരുകളും ഈ ബ്രെയിനിനെ മനസ്സിലാക്കുക ഇത് എളുപ്പമല്ല. നമ്മള് എത്രയോ രാത്രികൾ ഇരുന്ന് പഠിച്ച് വായിച്ച് മനസ്സിലാക്കി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്റെ പേരൻസ് അന്ന് അങ്ങനെ എന്നെ കണ്ടീഷൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കില്ലായിരുന്നു. ഇൻഫാക്ട് ഇപ്പോ ലാസ്റ്റ് മന്ത് ഞാൻ അഡ്വാൻസ് ന്യൂറോ സയൻസ് കോഴ്സിന് യൂണിവേഴ്സിറ്റി ഓഫ് ഹാർവാർഡിൽ ജോയിൻ ചെയ്തു. എനിക്കറിയില്ല എത്ര പേർക്ക് ഹാർവാർഡ് അറിയാമെന്ന്, ബട്ട് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് ടു ഗെറ്റ് ത്രൂ ഇൻ ടു ഹാർവാർഡ്സ് ബ്രെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് കണക്കറിയാത്തത് കൊണ്ട് ഞാൻ മോശമല്ല. ഇൻഫാക്ട് നമ്മൾ മ്യൂസിക് പഠിക്കുമ്പോൾ അറിയാം, മ്യൂസിക്കിൽ ഒരുപാട് കണക്കുണ്ട്. അപ്പോ നമ്മൾ ഇങ്ങനെയാണ് നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ നമ്മളോടൊന്ന് കമ്പാഷനേറ്റ് ആവണം. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ വരുമ്പോൾ നമ്മൾ നമ്മളോടൊന്ന് കമ്പാഷനേറ്റ് ആവും. സാരമില്ല, നമ്മളൊരു കാര്യത്തിൽ പരാജയപ്പെടുമ്പോൾ നമ്മൾ പറയും, ഞാൻ പഠിക്കുകയാണ്, ഞാൻ ഇത് പഠിക്കുകയാണ്, ഞാൻ ഇത് എങ്ങനെ ഉണ്ടാകും എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് നമ്മൾ നമ്മളോട് പറയും. അതേപോലെ തന്നെയാണ് നമ്മൾ ജേർണൽ ചെയ്യുന്നത്, നമ്മൾ എഴുതുന്നത്. നമ്മളുടെ വൺ ഓഫ് ദി ഏൻഷ്യൻ സ്കിൽസ് നമ്മൾ പഠിച്ചതാണ് ഈ എഴുത്ത് എന്ന് പറയുന്നത്. ലാംഗ്വേജ് നമ്മൾ നമ്മൾക്ക് അക്വയർ ചെയ്ത് കിട്ടിയ ഒരു സംഗതിയല്ല, നമ്മൾ പഠിച്ചെടുത്ത ഒരു സ്കില്ലാണ്. അതുപോലെയാണ് നമ്മൾ സംസാരിക്കാനും എഴുതാനും നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ എഴുതുന്നതൊക്കെ നമ്മളുടെ മോട്ടോർ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മളുടെ മോട്ടോർ സിസ്റ്റംസ് എന്ന് പറയും, അതിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എഴുതും തോറും നമ്മൾ നമ്മളോട് തന്നെ അത് പറയുക ചെയ്യുന്നത്, നമ്മൾ ഇതാണ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് മാത്രമല്ല. നമുക്കൊരു സക്സസിലേക്ക് നമ്മൾ പോകുന്ന, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്ത് നമ്മൾ സക്സസ് ആവുന്നത് മാത്രമല്ല. ഗോൾസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മീനിങ് തരുന്ന ഒരു സംഗതിയാണ്. നമ്മളെ ഒരുപാട് മാറ്റുന്ന, നമുക്കൊരുപാട് ഗ്രോത്ത് തരുന്ന, നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, നമ്മളുടെ വാല്യൂസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഗോൾസ് എന്ന് പറയുന്നത്. ബ്രെയിനിന് എപ്പോഴും റിവാർഡും ലേണിങ്ങും വളരെ ഇഷ്ടമുള്ള ഒരു ഓർഗനാണ്. പക്ഷെ അതിനെ നമ്മളൊന്ന് ട്രെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മളുടെ കൺഫ്യൂഷൻസും അതുപോലെ നമുക്ക് ഹീലിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗോൾസ്. കാരണം നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ ശരിക്കും നമ്മൾ അപ്പോൾ ഉണ്ടാവുന്ന നമ്മളുടെ ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഒരു ഡ്രോൺ ഒക്കെ പറത്തുന്നത് പോലെയാണ്. നമ്മൾ പെട്ടെന്നൊന്ന് എലിവേറ്റഡ് ആകും. ഇപ്പൊ എലിവേറ്റഡ് ആകുമ്പോൾ നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ടാവും, അല്ലെ? നമ്മളെ പറ്റി മോശം പറയുന്ന ആൾക്കാരുണ്ടാകും, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാകും, നമ്മളുടെ ഉള്ളിൽ കുറെ വൂൺസ് ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, എപ്പോഴും തിരിച്ചു പോയിട്ട് നമ്മൾ അത് റീഓപ്പൺ ചെയ്യും. ആരെങ്കിലും ചോദിക്കുമ്പോൾ, അല്ലെ നമ്മളെ എന്തെങ്കിലും ട്രിഗർ ചെയ്യുന്ന ഒരു സംഗതി വരുമ്പോഴൊക്കെ ഇത് റീഓപ്പൺ ചെയ്യും.
ഇത് റീഓപ്പൺ ചെയ്യും തോറും ഈ വൂണ്ടിനെ ഹീൽ ചെയ്യാൻ നമ്മൾ അനുവദിക്കാറില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് അതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ഒരു എലിവേറ്റഡ് പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ വൂണ്ടിനെ അല്ല പിന്നെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഫോർ മീ, എന്താണ് എന്റെ ഫ്യൂച്ചർ, എവിടെയാണ് എനിക്ക് എത്തേണ്ടത്, വാട്ട് മാറ്റേഴ്സ് ടു മീ ദ മോസ്റ്റ് എന്നായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് പതിയെ പതിയെ ആ വൂണ്ടിനെ നമ്മൾ ഹീൽ ചെയ്യാന് നമ്മൾ അനുവദിക്കും. അതാണ് നമ്മൾ യൂഷ്വലി ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ എക്സ്റ്റേണൽ ജഡ്ജ്മെന്റ്സിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാകും. നമുക്കറിയാം നമുക്ക് എന്താ വേണ്ടതെന്ന്. നമ്മൾ അവിടേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഇനി ഇത്രയും ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു വിഷൻ ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഇതിന് മുൻപ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ള ആരൊക്കെ ഉണ്ട് ഇവിടെ? ഓക്കെ, തൈബ, തസ്നീം അല്ലെ? തസ്നീം വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. തസ്നീമിന്റെ വിഷൻ ബോർഡിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒന്ന് ഷെയർ ചെയ്യാമോ, ഇഫ് ദാറ്റ് ഈസ് ഓക്കെ ഫോർ യു? കേക്കില്ല, യു ആർ ഓൺ മ്യൂട്ട്. യു സ്റ്റിൽ ഓൺ. ഓക്കെ. ഫസ്റ്റ് ഡ്രീം ഹോം, അതിപ്പോ സക്സസ് ആയി. അത് ഇഷ്ടപ്പെട്ട ഇന്റീരിയർ ഒക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു, അത് സെറ്റായി. പിന്നെ ലൈസൻസ് എടുക്കാന്നുള്ളത് ഉണ്ടായിരുന്നു, അത് കാറിന്റെ ബൈക്കിന്റെ ഒപ്പം അതും സെറ്റായി. പിന്നെ ഒരു ട്രിപ്പ് ഡ്രീം ആയിരുന്നു, അതും സക്സസ് ആയി. പിന്നെ സൈക്കോളജി പഠിക്കണം എന്നുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വെരി നൈസ്. അപ്പം അതും ഓക്കെയാണ്. പിന്നെ ഓൾമോസ്റ്റ് ഒരു 2 എണ്ണം മാത്രമേ എനിക്ക് സെറ്റ് ചെയ്യാൻ കഴിയാത്തുള്ളൂ, റെഡി ആവാത്തുള്ളൂ. ബാക്കിയൊക്കെ 16 എണ്ണിട്ട് ഉണ്ടായിരുന്നു. ഫുള്ള് 2 കഴിഞ്ഞില്ല, ബാക്കിയൊക്കെ വെരി full നൈസ്, ആയി. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനിത് ചോദിക്കാൻ കാര്യം, ഒരുപാട് ആൾക്കാര് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യും. പക്ഷെ അതില് ഇതുപോലെ ഇപ്പം തസ്നീം കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. പലരും ഒരു കാര്യം അല്ലെ 2 കാര്യത്തിൽ നിൽക്കും, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മളുടെ ഉള്ളിൽ കുറെ കൺസേൺസും നമ്മളുടെ ഉള്ളിൽ കുറെ സംശയങ്ങളും ഉണ്ട്, കുറെ ഡൗട്ട്സും ഉണ്ട്. എനിക്കിത് പറ്റുമോ? പണ്ട് ഞാനിത് ശ്രമിച്ച് നോക്കിയപ്പോ നടന്നിട്ടില്ല, അപ്പൊ ഇപ്പൊ ഇനി ഇത് എങ്ങനെ ഞാൻ അച്ചീവ് ചെയ്യും? ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് നമ്മളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, വിഷൻ ബോർഡിൽ അങ്ങനെയുള്ള ഡൗട്ടുകൾ ഉള്ള ആൾക്കാരാണെങ്കിൽ, ഇതുവരെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആകുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എങ്ങനെയാണ് നമ്മളെ കാണേണ്ടത്. ഇപ്പൊ നമുക്ക് തസ്നീം പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യാണ്. ഡ്രീം ഹോം, ഡ്രീം കാർ, ഡ്രീം ട്രിപ്പ്, ഇതെല്ലാം നമ്മളുടെ വിഷൻ ബോർഡിലുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു എന്താ പറയാ, ആളലാണെന്ന് വെച്ചോ, ഇതൊക്കെ ഞാൻ എങ്ങനെ നേടും, ഇതൊക്കെ ഞാൻ ചെയ്യുവോ, എന്നെ കൊണ്ട് പറ്റുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണെങ്കിൽ നമ്മളുടെ വിഷൻ ബോർഡിൽ ആദ്യം വെക്കേണ്ടത് നമ്മൾ ഏറ്റവും സന്തോഷമായിട്ടും സക്സസ്ഫുൾ ആയിട്ടും നിൽക്കുന്ന നമ്മളുടെ ഒരു ഫോട്ടോയാണ്. അതാണ് നമ്മൾ നടുക്ക് വെക്കേണ്ടത്. അതിന്റെ 2 സൈഡിൽ നമുക്ക് ബാക്കിയെല്ലാം വെക്കാം. കാരണം നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയി നമ്മൾ ഹാപ്പി ആകുന്ന ടൈമാണ് നമ്മളുടെ വിഷൻ ബോർഡിലുള്ള നമ്മളുടെ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ടൈം അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് നമ്മളിലുള്ള വിശ്വാസമാണ്. എനിക്ക് അത് ആകാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് എഫേർട്ട്ലെസ്ലി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഹീലിംഗ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹീലിംഗിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഹീലായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സെറ്റ് ബാക്സും നമ്മളുടെ, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നു, നമുക്ക് പരാജയങ്ങൾ ഉണ്ടായി, ഇതൊക്കെ നമുക്കൊരു ലേണിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി, വാട്ട് ഡു ഐ ഡു നെക്സ്റ്റ്? എങ്ങനെയാണ് ഞാനത് അച്ചീവ് ചെയ്യുക? എങ്ങനെയാണത് ഞാൻ പറയുക, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്പേസിലേക്ക് നമ്മളെ ചിന്തിക്കാൻ അത് സഹായിക്കും. അതുപോലെ നമ്മളെ
ഹീലിംഗിന്റെ വേറൊരു ഗുണം, നമ്മൾ ഈ ഇമ്പൾസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കില്ല. പലപ്പോഴും നമ്മൾ ഹീലാവാതെ നമുക്ക് ഒരുപാട് നമ്മളിങ്ങനെ ഇഗ്നോർ ചെയ്തോ ഹൈഡ് ചെയ്തോ ഒക്കെ വെച്ചിരിക്കുന്ന ഒരു കുറെ പ്രശ്നങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇമ്പൾസ് ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കും. ചാടിക്കേറി ഒരു ഡിസിഷൻ എടുക്കും, ചാടിക്കേറി ഓരോ കാര്യങ്ങൾ ചെയ്യും. അത് പലപ്പോഴും നമുക്ക് അബദ്ധമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഹീലാവണം. ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന സംഗതിയാണ് ഈ ഗോൾ എന്ന് പറയുന്നത്. നമ്മളെ ഹീലാവാനും നമ്മൾക്ക് ഗ്രോത്ത്. കാരണം നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു നമ്മളുടെ ഗോള് സെറ്റ് ചെയ്തപ്പോ, ഡു ഐ ഹാവ് വാട്ട് ഇറ്റ് ടേക്സ്, അല്ലേ? ഇതിനുള്ള സ്കില്ലുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ സ്കില്ല് പഠിക്കും. അപ്പൊ അവിടെ തന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് സാധ്യമായി. നമ്മൾ പഠിക്കാൻ തുടങ്ങി, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. പഠിക്കാൻ തുടങ്ങുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകും. കോൺഫിഡൻസ് വരുമ്പോൾ നമുക്ക് ആ റിസ്ക് എടുക്കാനുള്ള ആ ഒരു പേടി മാറും. ഇനി ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മളോട് തന്നെ കുറെ കാര്യങ്ങൾ പറയണം. നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മളോട് പറയണമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കാരണം എന്താന്ന് ഞാൻ പിന്നെ വിശദീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കാരണം, നമ്മളുടെ ബ്രെയിനിൽ ആർട്ടിക്കുലേറ്ററി കൺട്രോൾ എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട്. ഈ ആർട്ടിക്കുലേറ്ററി കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കേൾക്കുകയും വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഇൻഫർമേഷനെ പ്രോസസ് ചെയ്യാണ് ആർട്ടിക്കുലേറ്ററി കൺട്രോൾ ചെയ്യുന്നത്. പ്രോസസ് ചെയ്തിട്ട് ഇതിങ്ങനെ അവിടെ വെക്കും. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പൊ പലപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ, എന്റെ ഇൻറ്റ്യൂഷൻ എന്നോട് പറഞ്ഞു അത് ചെയ്യാൻ, ഞാൻ അത് ചെയ്തു, അതെനിക്ക് കറക്റ്റായി. അല്ലെങ്കിൽ എന്റെ സിക്സ്ത് സെൻസ് എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഗോഡ്സ് വോയിസ് എന്ന് പറയും. എന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, അതനുസരിച്ച് ഞാനൊരു കാര്യം ചെയ്തു, ആ കാര്യം സക്സസ്ഫുൾ ആയിന്ന്, അല്ലേ? ഈ ഉള്ളിലിരുന്ന് നമ്മളോട് പറയുന്ന ആ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഈ ആർട്ടിക്കുലേറ്ററി കൺട്രോൾ. നമ്മളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് നമുക്ക് തിരിച്ചിങ്ങോട്ട് ഫീഡ് ചെയ്യും. അപ്പൊ നമ്മളെ പറ്റി നല്ല പോസിറ്റീവായിട്ടും അല്ലെ നമ്മളെ സപ്പോർട്ടീവായിട്ട്, പോസിറ്റീവ് എന്നല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, നമ്മളുടെ ആർട്ടിക്കുലേറ്ററി കൺട്രോൾ നമ്മളോട് പറയും, ധൈര്യമായിട്ട് പോയി ഗോൾ സെറ്റിങ്ങിന്റെ ക്ലാസ് എടുത്തോ ദേവി, ഒന്നും സംഭവിക്കത്തില്ല, എല്ലാരും കേട്ടോണ്ടിരുന്നോളും എന്ന് പറയും. ഞാൻ എന്നോട് ഇതൊന്നും ശരിയാവത്തില്ല, ഇതൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ എന്നെ കൊള്ളില്ല, ഞാൻ ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് കഴിവില്ല, ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ആർട്ടിക്കുലേറ്ററി കൺട്രോൾ നമ്മളോട് പറയും, ആ ഭാഗത്തോട്ടേ പോകണ്ട, സുഖമായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഒക്കെ കണ്ടിട്ട് കിടന്നുറങ്ങിക്കോളാം. അപ്പൊ അതുകൊണ്ടാണ് ഈ അഫർമേഷൻസ് പറയാൻ നമ്മളെ മാനിഫെസ്റ്റേഷൻസ് പഠിപ്പിക്കുന്ന എല്ലാവരും നമ്മളോട് പറയാറുണ്ട്, അല്ലെ? മാനിഫെസ്റ്റേഷൻ പ്രാക്ടീഷണേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അഫർമേഷൻസ് പറയൂ, അഫർമേഷൻസ് പറയൂ. ഈ അഫർമേഷൻസ് പറയുമ്പോൾ നമ്മളിൽ മാറ്റം ഉണ്ടാവുന്നതിന്റെ കാരണം നമ്മളുടെ ആർട്ടിക്കുലേറ്ററി കൺട്രോൾ ആണ്. അത് നമുക്ക് വേറെ എവിടുന്നും വരുന്ന മാജിക് അല്ല. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ ബ്രെയിനിലാണ്. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ബ്രെയിനിന്റെ ഒരു ഫാൻ ആയതുകൊണ്ട് ഞാൻ പറയാണ്, അതൊരു ഫാസിനേറ്റിംഗ് ഓർഗൻ ആണ്. നമ്മളിങ്ങനെ ശരിക്കും 1970s മുതലാണ് നമ്മൾ ബ്രെയിനിനെ പറ്റി ഒന്ന് ശരിക്കും പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിങ്ങനെ എവർ ഇവോൾവിങ്, എവർ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു സയൻസ് ആണ്. അതുകൊണ്ടാണ് ഈ നമ്മൾ അഫർമേഷൻസ് പറയുന്നത്, നമ്മൾ നമ്മളോട് കൈൻഡ് ആവണം, നമ്മൾ നമ്മളോട് സപ്പോർട്ടീവ് ആകണം എന്ന് പറയുന്നത്. അപ്പൊ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ഈ സെഷൻ കഴിയുമ്പോൾ മുതൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് കുറച്ച് കൈൻഡ് ആയിട്ട്, നമ്മൾ കഴിവുള്ള ആളാണ്, നമ്മൾക്ക് കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്ന് പറയുക. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞ ഗോൾഡൻ ട്രയാങ്കിളും ആ സ്മാർട്ട് ടെക്നിക്കും യൂസ് ചെയ്ത് നമ്മളുടെ ഗോളിനെ നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. എന്നോട് ഹമീഷ നമ്മളുടെ ട്രെയിനിങ് കോർഡിനേറ്റർ ആണ്. അപ്പോ ഹമീഷ എന്നോട് പറഞ്ഞ് ചില ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് 1-2 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം. കാര്യം അത് എനിക്ക് തോന്നുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഒന്ന് ചോദ്യം, നമ്മളെ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അധികം കാണാറില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, നമ്മള് ഈ ഫ്രീ സെഷൻസ് ചെയ്യുന്നത്
നമ്മൾ പെയ്ഡ് സെഷൻസ് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്നൊരു ചോദ്യവും ചോദിച്ചിരുന്നു. അപ്പൊ ഈ 2 ചോദ്യങ്ങളുടെയും ആൻസർ ഞാൻ പറയാം. നമ്മളെ സോഷ്യൽ മീഡിയയിൽ അധികം കാണാത്തത് ഇപ്പൊ നിങ്ങൾക്ക് കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മളൊരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ അല്ല. നമ്മള് എന്റെ ക്ലയൻസ് സോഷ്യൽ മീഡിയയിൽ അല്ല വരുന്നത്. എന്റെ ക്ലയൻസ് എല്ലാം റെഫറൽ ക്ലയൻസ് ആണ്. ഇപ്പൊ ഈ റെഫറൽ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ അത് ജെനുവിൻ ആയിട്ടുള്ള ക്ലയൻസ് ആണ്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരും. ഇപ്പൊ നമ്മൾ ഈ കോച്ചസിന്റെ ഒക്കെ നെറ്റ്വർക്കിങ്ങിനൊക്കെ പോകുമ്പോൾ അറിയാം, ഒരുപാട് എൻക്വയറീസ് വരും. അതെല്ലാം ജെനുവിൻ ആയിട്ടുള്ള എൻക്വയറീസ് ആവണം എന്നില്ല. അതായത് അവര് ദേ ഡോണ്ട് കം ഫോർ കോച്ചിങ്. പക്ഷെ റെഫറൽ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ അവര് ദേ ആർ വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ഇത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഐ ഡു വർക്ക് വിത്ത് ദം. അപ്പൊ എനിക്ക് അവർക്കുള്ള ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. അത് ഓരോരുത്തരുടെയും കേസ് അനുസരിച്ചായിരിക്കും നമ്മൾ അവരുടെ ആക്ടിവിറ്റീസും വർക്ക് ബുക്സും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് നമുക്ക് ഒരുപാട് സമയം വേണം. അപ്പൊ നമ്മൾ അധികം സോഷ്യൽ മീഡിയയിൽ അധികം പബ്ലിഷ് ചെയ്യാൻ പോകാറില്ല. കാരണം അതിന് നമുക്കൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ, നമ്മളുടെ പെയ്ഡ് സെഷൻസിലും നമ്മളുടെ ഫ്രീ സെഷൻസിലും നിങ്ങൾക്ക് ഇതേപോലെയുള്ള ആക്ടിവിറ്റീസ് കിട്ടും, വിച്ച് മേക്സ് യു ഗോ ആൻഡ് ഡു യുവർ ഹോംവർക്ക്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആൾക്കാരെ കൊണ്ട് പണി എടുപ്പിക്കുന്ന ഒരാളാണ്. ഐ മേക്ക് യു വർക്ക്. അങ്ങനെയാണ്. പെയ്ഡ് സെഷൻസിൽ കുറച്ചും കൂടെ കൂടുതൽ ആക്ടിവിറ്റീസ് കാണും. കാരണം നമുക്കൊരു വർക്ക് ബുക്ക് കാണും. മിക്കവാറും പെയ്ഡ് സെഷൻസ് എല്ലാം ഒരു വർക്ക്ഷോപ്പ് സീരീസ് ആയിരിക്കും. 4 weeks അല്ലെ 6 weeks അല്ലെ 3 months അങ്ങനെയായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. എന്റെ ഫ്രീ സെഷൻസ്, ഇനി അത് പറയാം. യെസ്, ഐ ഡു പെയ്ഡ് സെഷൻസ്. എന്റെ ഫ്രീ സെഷൻസ് എവറി ടൈം ഞാനൊരു പുതിയ കോഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്റെ പരീക്ഷണശാലയാണ് എന്റെ ഫ്രീ സെഷൻസ്. അതായത് എന്റെ കോഴ്സസ് എല്ലാം എല്ലാം ഒറിജിനൽ കോഴ്സസ് ആണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന, ഒരുപാട് ഓർഗനൈസേഷൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ കോഴ്സസ് ആക്കും. അപ്പൊ അതൊരു ഒറിജിനൽ കോണ്ടന്റ് ആണ്. അതിന് ഒരുപാട് സമയം ആവശ്യമാണ്. ഈ കോഴ്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, എനിക്ക് ഫീഡ്ബാക്ക് വേണം, ഈ കോഴ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക്. ദെൻ ഐ നീഡ് ടു നോ ഹൗ ഡു ഐ പ്രസന്റ്, എത്ര സമയമെടുക്കും, ഞാൻ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, ഇതൊക്കെ എനിക്ക് അറിയണം. അതിനാണ് ഞാൻ ഫ്രീ സെഷൻസ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്. പിന്നെ ചില സെഷൻസ്, ഇപ്പൊ ഈ ഗോൾ സെറ്റിംഗ് പോലുള്ള സെഷൻസ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്, ഒരുപാട് ആൾക്കാർക്ക് അത് വർക്ക് ആകുന്നുണ്ട്, അത് ഇഫക്റ്റീവ് ആകുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട്, ആൻഡ് ഐ നോ എ ലോട്ട് ഓഫ് പീപ്പിൾ വാണ്ടഡ് ടു അച്ചീവ് എ ലോട്ട് ഓഫ് തിങ്സ്. കാരണം നമ്മളെല്ലാം വരുന്നത് ഫ്രം ദെയർ അല്ലേ. വി വാണ്ടഡ് ടു അച്ചീവ് സംതിങ്, വി മൈറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് സെറ്റ് ബാക്സ് ഇൻ ലൈഫ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ലൈഫിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഇരുന്ന ഒരാളാണ് ഞാൻ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഐ ഹവ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ലൈഫ്. അപ്പൊ അവിടെ നിന്നൊക്കെ ഞാൻ പഠിച്ച കാര്യങ്ങൾ, ബട്ട് വാട്ട് ഹെൽപ് മീ വാസ് ദീസ് കൈൻഡ് ഓഫ് ആക്ഷൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്താണ് ഞാന് അതിൽ നിന്നൊക്കെ പുറത്തു വന്നത്. അവിടെ നിന്നൊക്കെയാണ് ഞാൻ എന്റെ ലൈഫ് ബിൽഡ് ചെയ്തെടുത്തത്. എന്നെ അറിയാവുന്ന കുറച്ച് 1-2 ആൾക്കാർക്ക് അറിയാം. ബട്ട് സോ ദാറ്റ് ഈസ് വൈ ഐ ഡു റൺ ദീസ് സെഷൻസ്. ഞാൻ ഈ സെഷൻസ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. ആൻഡ് ഐ ഡു നീഡ് ഫീഡ്ബാക്ക്. അപ്പൊ ഞാൻ പുതിയ സെഷൻസ് ഉണ്ടാക്കുമ്പോൾ ഞാനത് ഫ്രീ ആയിട്ട് 1-2 തവണ ഞാനത് റൺ ചെയ്യും. ബിക്കോസ് ഐ നീഡ് ദ ഫീഡ്ബാക്ക്. വൺസ് ഐ ഗെറ്റ് ദ ഫീഡ്ബാക്ക്, വൺസ് ഐ നോ വാട്ട് നീഡ്സ് ടു ബി ഡൺ or what needs to be corrected, it goes into a paid session. അപ്പോ അതാണ് ആ 2 ചോദ്യങ്ങൾക്കുള്ള ആൻസർ. ആൻഡ് ദെൻ I am going to run, so this December free session is over. I'm going to run paid sessions in January. One is all about your personality, and it is not going to be a personality test. നമ്മളെ personality quiz ഓ personality test ഓ ഒന്നുമല്ല. It is all about understanding you, understanding what I am and why do I behave this way. Adana know your neurodesign, and that is a trademarked session. Adaru original session aanu. And heart to heart is a healing session. Ee 2 sessions January il undagum. And then wealth and wellness is a bigger course which is in February. അതിന്റെ ഡീറ്റെയിൽസും ആൻഡ് എവറി ടൈം വെൻ ഐ റൺ എ ഫ്രീ സെഷൻ ഹമീഷ നിങ്ങൾക്കെല്ലാം അയച്ചു തരും. സോ വിച്ച് എവർ യു വാണ്ട് ടു ജോയിൻ, യു ജോയിൻ.
ഓൾറൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഐ ഇതിന്റെ ഹോപ്പ്. ലിങ്ക് ഏതാ ഏതിന്റെ? ഈ സെക്ഷന്റെ? അത് ഞാൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഞാൻ അയച്ചു തരാം. മാം ഒരു എങ്ങനെ ഗ്രൂപ്പ് അയച്ചു ഉണ്ട്. തരും? ഞങ്ങളെ എങ്ങനെ അറിയിക്കും? ഹമീഷ, മാം ഒരു ഹമീഷയോട് ഒരു Hello, ma'am. എന്തോ? Hello, ma'am. ഹലോ, Hello, ma'am. ഞങ്ങള് ഗ്രൂപ്പിലില്ലല്ലോ പേരൊന്നും. അപ്പൊ എങ്ങനെ അറിയും? ഗ്രൂപ്പിൽ ഇല്ല പേര്. ഇല്ല, ഒരാൾ അയച്ചു തന്ന ലിങ്കിൽ കയറിയെന്നേ ഉള്ളൂ. സാറ് ആണോ? ട്രെയിനറാണ്, സാറിന് ലിങ്ക് കൊടുത്തത്. അതുകൊണ്ട് സാറിനെ കൂടെ പ്ലീസ് ആഡ് ദി ഗ്രൂപ്പ്. അപ്പൊ ഹമീഷ ഒന്ന്, സാറിന്റെ പേരെന്താ? അൻസാരി. അൻസാരി. സാറിന്റെ നമ്പർ ഒന്ന് ഇവിടെ ഹമീഷ ഫാത്തിമ എന്ന് കണ്ടോ? ഹമീഷയ്ക്ക് ഒന്ന് ഒന്ന് ഓക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ശരി ശരി. ഹമീഷ വേണമെങ്കിൽ ചാറ്റിൽ ഹമീഷയുടെ നമ്പർ ഒന്ന്, നമ്മളുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്തോ. നമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ ചാറ്റി വന്നിട്ടുണ്ട്. ഞാനിത് ഇത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ചാറ്റിൽ ഇട്ടിട്ടുണ്ടോ ഹമീഷ നമ്പർ? ഒരു കാര്യം ചോദിച്ചോട്ടെ. ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ ഓക്കെ. യെസ്. ഈ ഒരു പ്ലാൻഡ് ഗ്രൂപ്പ് സെഷൻ അല്ലാതെ അതെ, ചെയ്തിട്ടുണ്ട് മാം. വേറെ എന്ത് സെഷനാണ് അപ്പൊ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് കൊടുക്കാൻ പോകുന്നത്? ഗ്രൂപ്പിലില്ലാത്ത പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. സോറി ഹാഷിം എന്തോ ചോദിച്ചു അല്ലേ? യെസ്. എക്കോ വരുന്നുണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാൻഡ് ഗ്രൂപ്പ് സെഷൻ അല്ലാതെ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് 1-to-1 ആയിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, സർവീസസ് ആണ് കൊടുക്കുന്നത്? ഓർഗനൈസേഷന് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഞാൻ സെഷൻസ് എടുക്കുക. സംടൈംസ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ജനറിക് ടോപ്പിക്സ് ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വെൽനെസ്, ഫോർ കോർപ്പറേറ്റ് വെൽനെസ് ആയിരിക്കും. പ്രൊഡക്ടിവിറ്റി, ഇപ്പോൾ മാനേജേഴ്സിനാണെങ്കിൽ 1-to-1 സെഷൻസ്, നിങ്ങൾ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഇൻ ലൈൻ മാനേജേഴ്സ്, അതായത് പുതിയ മാനേജേഴ്സ് ആണെങ്കിൽ ഹൗ ക്യാൻ യു ബിക്കം എ സക്സസ്ഫുൾ മാനേജർ. അതുപോലെ നിങ്ങളുടെ PDR കോൺവെർസേഷൻസ്, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് കോൺവെർസേഷൻസ്, റേറ്റിംഗ് ആൻഡ് കോൺവെർസേഷൻസ് എങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള സെഷൻസ് ആയിരിക്കും ഓർഗനൈസേഷൻ. സോ ഇറ്റ്സ് മോസ്റ്റ്ലി ഡിപെൻഡന്റ് ഓൺ വാട്ട് യു റിക്വയർ, യു നോ. സിഇഒസിനായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് കോഴ്സസ് എന്തെങ്കിലും? സിഇഒസിനോ? സിഇഒസിന്റെ സ്പെസിഫിക് കോഴ്സ് ലീഡർഷിപ്പ് കോച്ചിങ് ആണ്, സ്ട്രാറ്റജിക് തിങ്കിങ്, പിന്നെ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, നമ്മൾ അവിടെ നമ്മളുടെ ഡ്രൈവേഴ്സ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, ആൻഡ് ഹൗ ഡു യു ഡെവലപ്പ് ദോസ് ഡ്രൈവേഴ്സ്, നിങ്ങൾ എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ? ഗുഡ് സെഷൻ മാം. താങ്ക് യു. ഗൂഗിൾ സെറ്റിംഗ് പലപ്പോഴും എടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിൽ കുറേയും കൂടിയും ഐ ഗോട്ട് സം മോർ ടേക്ക് അവേസ് ഫ്രം ദിസ് ലവ്ലി സെഷൻ. With your permission, can I leave because I have? Yeah, of course, sure. Yes, please. Yeah, no problem. Thank you for joining. Oh, yeah. My pleasure. ദേശീയ ട്രെയിനറാണ്. എന്തോ? മാം ദേശീയ ട്രെയിനറാണ്. ഓക്കെ. ഓക്കെ മാം, വളരെ നന്നായിരുന്നു. പിന്നെ ഇപ്പൊ സ്മാർട്ടിനകത്ത് ഈ സ്മാർട്ട് 2 വരെ ഉള്ളത് ഈ ഒരു പുതിയ അനുഭവമാണ്. താങ്ക് യു വെരി മച്ച്. തന്നെയല്ല മാം, ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ന്യൂറോ സയൻസ് പഠിക്കുന്ന ആളെന്ന് പറഞ്ഞപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്. ന്യൂറോ സയൻസ് നിങ്ങളുടെ പാഷനാന്ന് പറഞ്ഞപ്പോൾ അതിൽ കൂടെ സന്തോഷം. തന്നെയല്ല നമ്മൾ ഒരു നാട്ടുകാരാണ്, ഇപ്പോഴായിരിക്കും മനസ്സിലായത്. ഓക്കെ. പിന്നെ ആർട്ടിക്കുലേറ്ററി കൺട്രോൾ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് എനിക്കത് നിങ്ങളുടെ മനസ്സിലാക്കണം. ബാക്കി സെഷൻസ് ഒക്കെ ഹമീഷയോട് ഒന്ന് പറഞ്ഞേക്കണേ, എനിക്ക് ഗ്രൂപ്പിലുണ്ട്, എനിക്കൊന്ന് സെൻഡ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. നമ്മളുടെ നമ്പർ, ഹമീഷയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഹമീഷയുടെ എന്റെ നമ്പർ ഉണ്ട്. ഓക്കെ.
ഓക്കെ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും മാം ആക്ച്വലി ഐ വാസ് ബിസി വിത്ത് സം മീറ്റിംഗ്സ്. ഉം. ഞാൻ കുറച്ച് നിങ്ങളെ മനസ്സിലാക്കി. ഷിഫിൽ ബായ് ആണ് എന്നെ ഇൻട്രൊഡ്യൂസിങ് ചെയ്തത്. ഓക്കെ. So we are in some connections. So I think your program is going good because of this goal setting and all. So next sessions എന്താണ് നിങ്ങളുടെ paid sessions just ഒന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തന്നെ I will be joined, no issues. Sure. Because I am in actually business management. Today I have meeting some. Starting join ആക്കി പിന്നെ track പോയി എനിക്ക് കിട്ടിയില്ല connections. All right. No problems. I'll Okay. send you the details. Hamisha probably will have your number or Shifa will have. Apo, I'll send you all the details of the next session. Yes. I will be, I will join. Sure. This is So- 1 month session or how long it will take? Oh, the Know Your Neurodesign is a 6 weeks program. Okay. Because it is all about identifying your personality, and we do a lot of work, a lot of activities. Okay. Heart to Heart is a healing session, and that is again going to be a 4-week session plus one-on-one, 2 one-on-one sessions. Like weekly one session? Weekly one session. Okay, fine. Okay. Thank you, ma'am. No problems, Sherif. Thank you. Thank you for joining. Thank you. All right. So Thank then, you. yes. Yes. Anyone wanted to say anything else? താങ്ക് യു മാം. ഈ കോഴ്സ് നല്ലൊരു ടൈമിലാണ് എനിക്ക് കിട്ടിയത്. കുറെ കുറിച്ച് ബ്രെയിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. ഞാനും ഫസ്റ്റ് ഇയർ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. താങ്ക് യു ഫോർ യുവർ ടൈം. Oh, no problems. Thank you so much, Divya. I'm very glad if it is actually made meaning for you guys. നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് സെഷൻസ് അറിയിക്കാം. If no one wants to say anything or no questions at all, then probably I'll say good night to everybody. Yeah. Good night. No problems. Have a wonderful evening. Anyone has any questions? ഇപ്പൊ നിങ്ങൾ ഒരു കോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ let Hamisha know and she will connect with me. മാം ഒരു ഡൗട്ട് ഉണ്ട്. ആ, ന്യൂറോഫിൻസ് അതെങ്ങനെയാ ഒന്നുകൂടെ പറയാം. അതിന്റെ സ്പെല്ലിംഗ് ന്യൂറോഫിൻസ് FINS ആണ്. ന്യൂട്രോഫിൻസ്. ന്യൂട്രോഫിൻസ് അത് ഹാപ്പി ഹോർമോൺസ് തന്നെയല്ലേ? ന്യൂട്രോഫിൻസ് ഒരു കെമിക്കലാണ്. അതായത് അത് നമ്മളുടെ ബ്രെയിൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറിയാണ് കേട്ടോ ബ്രെയിൻ. അപ്പോ നമ്മള് ഒരു കാര്യമൊക്കെ നമ്മള് ചെയ്ത് നമ്മളൊന്ന് ഹാപ്പി ആകുമ്പം ഈ ന്യൂട്രോഫിൻസ് നമുക്കുള്ളൊരു ബൂസ്റ്റർ ആണ്. അതായത് നമ്മളുടെ ന്യൂറോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു ബൂസ്റ്റർ. അതാ ഞാൻ പറഞ്ഞ നമ്മൾ ഈ എന്താ പറയാ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കുടിക്കുന്ന പോലെയാണ് ന്യൂറോൺസിന് ഈ ന്യൂട്രോഫിൻസ്. FINS അല്ലേ? അതെ, PHINS. ഞാൻ എഴുതാം ന്യൂട്രോഫിൻസ്. ഞാൻ ഈ മെസ്സേജിൽ ഇടാം. Okay, thank you very much. No problem. ഓക്കെ. അപ്പൊ ശരി, എല്ലാരും ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം. എല്ലാരെയും കണ്ടതിലും വളരെ സന്തോഷം. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. Thank you, ma'am. Thank you. Good night. Bye. Good night. Thank you, ma'am. Ma'am, good night.